16ാം നിയമസഭയിലേക്കുള്ള 140 പ്രതിനിധികളെയും തെരഞ്ഞെടുക്കാൻ കേരള ജനത വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 7-ന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെയാണ്. 890 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 2.71 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 30,495 പോളിംഗ് ബൂത്തുകളാണ് ഉള്ളത്. ഇതിൽ 2040 എണ്ണം പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിരിക്കുന്നു. വോട്ടെടുപ്പിന്റെ വിവരങ്ങൾ നൽകുന്നു ഡി ബിനോയ്. ഡി ബിനോയ്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പിലെ ഭാഗമാകാൻ അതല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ആ ധർമ്മടത്ത് തന്നെ RC അമല സ്കൂളിലേക്ക് UP സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയും കുടുംബത്തോടൊപ്പമാണ് വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ RC അമല സ്കൂളിലേക്ക് എത്തുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിലെ പ്രമുഖരായ എല്ലാ ആളുകളും ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പല സ്ഥലങ്ങളിലും പല ബൂത്തുകളിലുമൊക്കെ തന്നെ ഈ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കാര്യമായ ഒരു നിര അല്ലെങ്കിൽ ഒരു ജനക്കൂട്ടം തന്നെ കാണുന്നു എന്നുള്ളതാണ്. രാവിലെ ഒരുപക്ഷെ ഈ കാലാവസ്ഥയുടെ പ്രത്യേകതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം, ചൂട് അധികമായതുകൊണ്ടായിരിക്കാം നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ കർത്തവ്യം നിറവേറ്റുന്നതിന് വേണ്ടി ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യഘട്ടത്തിൽ അതായത് 7 മണിയോടുകൂടി തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളും MK മുനീറും മന്ത്രി മുഹമ്മദ് റിയാസും G സുധാകരൻ അതുപോലെ തന്നെ CN രവീന്ദ്രനാഥ് തുടങ്ങിയ നേതാക്കന്മാരെല്ലാം തന്നെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥികൾ ഒട്ടുമിക്ക ആളുകളും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പല ബൂത്തുകളിലായി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം മന്ത്രിമാരോടൊപ്പം അല്ലെങ്കിൽ MLAമാരോടൊപ്പം തന്നെ പ്രമുഖരിൽ ചിലർ എന്ന് പറയുമ്പോൾ മോഹൻലാൽ മുടവൻമുകളിലെ സ്കൂളിലെത്തി അദ്ദേഹവും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യമായ ഒരു പോളിംഗ് കാണുന്നുണ്ട്. ഏകദേശം ആദ്യ നിമിഷങ്ങൾ കഴിയുമ്പോഴേക്കും മണിക്കൂർ കഴിയുമ്പോഴേക്കും ഒരു 4% വരുന്ന പോളിംഗ്, സംസ്ഥാനത്ത് മൊത്തം 4% വരുന്ന ഒരു പോളിംഗ് നിരക്കാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം ഏകദേശം ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോൾ മാത്രമാണ് എത്ര ശതമാനം ആളുകൾ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഔദ്യോഗിക കണക്ക് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്ത് വിടുകയുള്ളൂ. അത് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ഈ 25 ദിവസത്തോളം നീണ്ടു നിന്ന പ്രചരണത്തിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ ഒരു പ്രതിഫലനം ഈ വോട്ട് രേഖപ്പെടുത്തുന്നതിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയേണ്ടി വരും. കാരണം ഈ തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയത്തിനും അപ്പുറത്തേക്ക് വലിയ തരത്തിൽ വലിയ വിവാദ വിഷയങ്ങളൊക്കെ തന്നെ ചർച്ചയാവുകയും ചെയ്തു. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾക്കൊപ്പം പ്രാദേശിക വിഷയങ്ങൾ വരെ ചർച്ചയായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. സാധാരണ തെരഞ്ഞെടുപ്പിൽ 1-2 വിഷയങ്ങൾ ചർച്ച ചെയ്തു പോകുന്ന ഒരു പതിവാണ് ഉള്ളതെങ്കിൽ ഇത്തവണ അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ ഈ ഒരു ചർച്ച കൂടി നടന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സമ്മതിദാനം രേഖപ്പെടുത്താൻ ആ അവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഒട്ടനവധിയായ വോട്ടർമാരാണ് ഇപ്പോൾ ബൂത്തുകളിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അത്തരത്തിൽ ഒരു നല്ല സമീപനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ തീരദേശ മേഖലയിലും ഒപ്പം തന്നെ മലയോര മേഖലയിലുമൊക്കെയാണ് സാധാരണഗതിയിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനോടുള്ള ഒരു വൈമനസ്യം കാണാറുള്ളത്. പക്ഷേ ആ പതിവും തെറ്റിയിരിക്കുന്നു. തീരദേശ മേഖലയിൽ നല്ല തിരക്ക് പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കൊല്ലം അതുപോലെ തന്നെ ആലപ്പുഴ അങ്ങനെ തുടങ്ങുന്ന പ്രദേശങ്ങളിലെ തീരദേശ മേഖലകളിലൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ വോട്ടർമാരുടെ ഒരു തിരക്ക് കാണാൻ കഴിയുന്നുള്ള വിവരങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകൾ കഴിയുമ്പോഴും വലിയ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത്തരത്തിൽ അങ്ങനെ സങ്കീർണമായ കാര്യങ്ങളുമില്ല. ഏകദേശം 2040 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ സംഘർഷം എന്നുള്ളതല്ല വ്യക്തമാക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് ഈ പ്രശ്നബാധിത ബൂത്തുകൾ തന്നെ തീരുമാനിക്കപ്പെടുന്നത്. അത്തരത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ആദ്യ മണിക്കൂറുകൾ പ്രശ്നങ്ങളില്ല. പക്ഷേ പതിവിൽ നിന്ന് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം നേതാക്കന്മാരുടെ ഒരു വലിയ നിര, പ്രത്യേകിച്ച് രാജീവ്
ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങുന്ന നേതാക്കന്മാരുടെ ഒരു വലിയ നിര തന്നെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ അതൊരു നല്ല ഒരു സൂചനയാണ്. കാരണം ഈ രാവിലെ തന്നെ നേതാക്കന്മാരും അതുപോലെ തന്നെ ഈ മന്ത്രിമാരും അടങ്ങുന്ന സംഘം, മുൻ എം എൽ എമാരും ഒക്കെ അടങ്ങുന്ന സംഘങ്ങൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകാൻ രാവിലെ തന്നെ എത്തുന്നു എന്നുള്ളത് തീർച്ചയായും അത് ഈ വോട്ടർമാർക്ക് വലിയ തരത്തിലുള്ള ഒരു പ്രോത്സാഹനമായി മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 76 എന്നുള്ള ശതമാനം ഒരുപക്ഷെ ഉയരാനുള്ള സാധ്യത ഉണ്ട്. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു പ്രവചനമനുസരിച്ച് ഉച്ചയ്ക്ക് ശേഷം മഴയുടെ സാധ്യത കൂടി പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ അധികം ആളുകളും അവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി രാവിലെ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത്. ഇനി മറ്റു ജില്ലകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മെല്ലപ്പോക്ക് കാണുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. സാധാരണ കാസർഗോഡ് ജില്ലയിൽ ആ ഒരു പതിവ് ഉണ്ടാകാറുണ്ട്. അതിലൊരു മാറ്റം 9 മണിയോടുകൂടി ഉണ്ടാകും. കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരും എന്നും കിട്ടുന്നുണ്ട്. അതേസമയം വലിയ രാഷ്ട്രീയ മത്സരങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട ജില്ലകളിലൊന്ന് പാലക്കാടാണ്. പാലക്കാടും കാര്യമായ തരത്തിൽ വോട്ടിംഗ് പുരോഗമിച്ച് വരുന്നുണ്ട്. അവിടെയും ഒരു ഈ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതുപോലുള്ള ഒരു ചൂട് അല്ലെങ്കിൽ ഒരു തിരക്ക് ഇപ്പോൾ പല ബൂത്തുകളിലും ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ ഒട്ടുമിക്ക ബൂത്തുകളിലും കാര്യമായ തരത്തിൽ തെരഞ്ഞെടുപ്പ് സംവിധാന അവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇതിൽ പങ്കാളികളാകാനായി എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കാര്യമായ ഒരു വർധന ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. ഈ മലയോര ജില്ലകളിൽ പ്രത്യേകിച്ച് വയനാട്, ഇടുക്കി, പത്തനംതിട്ട ഈ ജില്ലകളൊക്കെ വരുന്ന അവിടെയും വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കാര്യമായ ഒരു നിര കാണുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിനോട് സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വോട്ടർമാർക്ക് കാര്യമായ ഒരു താല്പര്യമുണ്ട് എന്നുള്ളതാണ് ഈ ആദ്യ മണിക്കൂറുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അതിനും കാര്യങ്ങൾ പലതാണ്. ഈ കേരളം കാണാത്ത തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ചൂടായിരുന്നു ഉണ്ടായിരുന്നത്. 3 മുന്നണികളും അത്രയധികം അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നതിനും കേരളത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നതിനുമൊക്കെ ലക്ഷ്യം വെച്ചുള്ള ഒരു പോരാട്ടം അല്ലെങ്കിൽ ഒരു പ്രചരണ രീതി കേരളത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. വലിയ തരത്തിലുള്ളൊരു ആവേശം അങ്ങനെ എല്ലാ ആളുകളിലും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാക്കിപത്രം എന്ന് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെത്തുന്ന ആളുകളുടെ എണ്ണത്തിലെ കൂടുതലിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോഴേക്കും ആ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ നിയമസഭ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 2% വോട്ട് വിഹിതം വർധന ഉണ്ടായിരുന്നു. അതേസമയം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2024 നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വിഹിതത്തിൽ കുറവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് രേഖപ്പെടുന്ന കാര്യത്തിൽ ശതമാനത്തിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വോട്ടിംഗ് ശതമാനത്തിൻ്റെ അതേ രീതിയിൽ തന്നെ ഇത്തവണയും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നേതാക്കന്മാർക്ക് ഉണ്ട്. കഴിഞ്ഞ 2021 ഒരു പ്രശ്നം കൂടി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം കോവിഡ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ കോവിഡുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിന് ശേഷം തൊട്ട് പിന്നാലെ വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത കൂടി ആ തെരഞ്ഞെടുപ്പിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഇത്രയധികം പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഈ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നവരുടെ കാര്യത്തിൽ ഒരു രാവിലെ തന്നെ ഒരു വലിയ ആവേശം നമുക്ക് പല ബൂത്തുകളിൽ നിന്നും കാണാൻ കഴിയുന്നു. ഒപ്പം നേതാക്കന്മാരുടെ പ്രതികരണങ്ങളുമൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എല്ലാവരും വലിയ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ഈ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങൾ നടന്ന ജില്ല പ്രചരണം നടന്ന ജില്ലകളിലൊന്ന് ആലപ്പുഴയാണ്. പ്രത്യേകിച്ചും അവിടെ അമ്പലപ്പുഴയിൽ മുൻ മന്ത്രിയും CPIMൻ്റെ വലിയ നേതാവുമൊക്കെയായിരുന്ന G. സുധാകരൻ അമ്പലപ്പുഴയിൽ ഇത്തവണ സ്വന്തം കളം വിട്ടുകൊണ്ട്, അതായത് CPIM വിട്ടുകൊണ്ട് ഇപ്പോൾ ഇത്തവണ സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ജില്ലയിലെ തെരഞ്ഞെടുപ്പിനും അതിൻ്റേതായ ഒരു ചൂടും അതിൻ്റെ ഒരു ആവേശവും ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അമ്പലപ്പുഴയിൽ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അവിടെ എത്തുകയും ആ തെരഞ്ഞെടുപ്പ് വളരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രചരണത്തിൻ്റെ ചൂട് അല്ലെങ്കിൽ ആവേശം വലിയ തരത്തിൽ ഉയർത്താനുമൊക്കെ നേതാക്കന്മാർ ശ്രമിച്ചിരുന്നു. ആ അമ്പലപ്പുഴയിൽ പോളിംഗ് ശതമാനത്തിൽ ഒരു കാര്യമായ ഒരു മുന്നേറ്റം കാണുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ഏകദേശം 5%
100-ലധികം ആളുകൾ അമ്പലപ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രചരണ പരിപാടികളുടെ ഒരു ആവേശവും ഒരു ചൂടും ചൂരുമൊക്കെ ഇത്തവണത്തെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ ഈ പോളിംഗ് സ്റ്റേഷനുകൾ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേക സാഹചര്യം. അതിനെല്ലാം ഉപരിയായി ഈ ഒരു അനിഷ്ട സംഭവം മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മട്ടന്നൂരിൽ മാലൂരിൽ ആണ് ഒരു BJPയുടെ പോളിംഗ് ബൂത്ത് ഏജൻറ്റിന് നേരെ ആക്രമണമുണ്ടായി എന്ന് പറയപ്പെടുന്നത്. CPM ആണ് ഈ ഏജൻറ്റിനെ മർദ്ദിച്ചതെന്ന് പറയുന്നു. കല്ലെറിയായിരുന്നു ഉണ്ടായത്. അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. ഷൈജു എന്നാണ് ആളുടെ പേര്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട CPMന് പങ്കില്ല എന്ന് അവരും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരു ചെറിയൊരു അനിഷ്ട സംഭവം ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സമാധാനപരമായി തിരഞ്ഞെടുപ്പ് പ്രോത്സാഹിപ്പിക്കുന്നു, മുന്നോട്ട് പോകുന്നു അതെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആദ്യ മണിക്കൂറുകളിൽ ഒരു വലിയ ഒരു ആവേശം ഇപ്പോൾ എല്ലാ ബൂത്തുകളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഇത് തന്നെ തുടർന്ന് കഴിഞ്ഞാൽ പോളിംഗ് ശതമാനത്തിൽ ഒരു വർധന നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. MS ശരി. നൂറിലധികം സീറ്റുകൾ നേടുമെന്നാണ് വോട്ട് ചെയ്ത ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവകാശപ്പെട്ടത്. ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണെന്നും ദേശീയ സർവേയിൽ UDF മുന്നിലാണ് എന്നും VD സതീശൻ പറഞ്ഞു. അവർ രാവിലെ വോട്ട് ചെയ്തു. തീർച്ചയായിട്ടും കേരളത്തിൽ എല്ലായിടത്തും എല്ലാവരും ഈ പോളിംഗ് പ്രക്രിയയിൽ പങ്കെടുത്ത്, ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്ത് ആ ജനാധിപത്യത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിൽ പങ്കാളികളാകണമെന്നാണ് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം അസസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായി UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും. ഇപ്പൊ നേരത്തെ കഷ്ടിച്ച് ഞങ്ങൾക്ക് ഭൂരിപക്ഷം തന്നിരുന്നവരൊക്കെ അഭിപ്രായം മാറ്റിയല്ലോ. ദേശീയ സർവേകളിലെല്ലാം നല്ല നിലയിലേക്ക് UDF വരുന്നുണ്ട്. എല്ലാ ദേശീയ സർവേകളിലും മികച്ച രീതിയിൽ നടന്നു. ഈ തട്ടിക്കൂട്ടിയ സർവേകളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. തട്ടിക്കൂട്ടിയ 2-3 സർവേകൾ കേരളത്തിലുണ്ട്. അവരുടെയൊക്കെ വിശ്വാസ്യത അവർ തന്നെ കളഞ്ഞു വിളിച്ചിരിക്കുകയാണ്. അപ്പൊ നല്ല രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്ന ഒരു ജനതയാണ് കേരളത്തിൽ. അതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും അവർ ഞങ്ങൾക്ക് അനുകൂലമായി ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി നല്ല പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തൃശൂർ മണലൂരിലെ CPM സ്ഥാനാർത്ഥിയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയും ജനങ്ങൾ അംഗീകരിക്കില്ല എന്നാണ്. വോട്ട് ചെയ്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിലെ വൈവിധ്യങ്ങൾ നിലനിർത്താനാണ് ശ്രമിക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ കേരളവർമ്മ കോളേജിലെത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. വളരെ ജനകീയമായിരുന്നു. എല്ലാ കേന്ദ്രങ്ങളിലും ധാരാളം ആൾക്കാർ, അതുപോലെ കടകളിലോ സ്ട്രീറ്റിലോ ഒക്കെ പോകുമ്പോൾ വളരെ അധികം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ശരിക്കും ഒരു ജനകീയ തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ തന്നെ എതിരുള്ളവരുണ്ട്, മറ്റൊന്നിച്ച് നിൽക്കുന്നവരുണ്ട്. അവരെല്ലാവരുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞു. വാസ്തവത്തിൽ ജനാധിപത്യ വിദ്യാഭ്യാസ പ്രക്രിയ എന്ന രീതിയിൽ തോന്നി. ആ രീതിയിൽ ഒരു അക്കാഡമിക് സ്റ്റേഡിയം. പ്രചാരണ സമയത്ത് പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഗുരുവായൂരിലെ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ പറയുന്നു. കാര്യങ്ങൾ ജനം തീരുമാനിക്കും. ഗുരുവായൂരപ്പൻ മത്സരിച്ചാലും ജയിക്കില്ല എന്നാണ് ഞെരളത്ത് ഹരിഗോവിന്ദൻ പറഞ്ഞത്. അദ്ദേഹം ബാങ്ക് വിളിക്കാൻ പോകുന്നതാണ് നല്ലതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. വലിയ ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത്. ആ ശുഭപ്രതീക്ഷയിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഉറപ്പോടുകൂടി പറയുന്നു, വിജയിക്കും. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ എനിക്ക് ചെയ്യാവുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. എൻ്റെ പാർട്ടിയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളുടെ ഹൃദയം എന്നോടൊപ്പമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനവിധി ജനങ്ങളെ തീരുമാനിക്കണ്ടേ. ഞാൻ എന്താ പറഞ്ഞത് അതിലൊക്കെ ഞാൻ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇന്നും തെരഞ്ഞെടുപ്പിൻ്റെ ദിവസവും ഞാൻ മാറിയിട്ടില്ല. സോപാന സംഗീതം പാടി ഇക്കണ്ട കാലം ഉപജീവനം കഴിച്ച് സോപാന സംഗീതം പാടി ഭൂലോക വൈകുണ്ഠനാണ് ഭഗവാൻ എന്ന് സോപാന സംഗീതം പറയുന്ന ഞരളത്ത് ഹരിഗോവിന്ദൻ ഗുരുവായൂരപ്പൻ മത്സരിച്ചാലും ജയിക്കില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സോപാന സംഗീതം ഇടയ്ക്കെടുത്ത് ആർക്കെങ്കിലും കൊടുത്തിട്ട് ബാങ്ക് വിളിക്കാൻ പോകുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കോട്ടയം പൂഞ്ഞാറിലും BJP വോട്ടിന് പണം നൽകിയെന്ന് ആരോപണം.
ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി BJP മണ്ഡലം ഭാരവാഹി പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി 3-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുഹമ്മദ് ഷാജി MA ആണ് പണം നൽകുന്നതായി ദൃശ്യങ്ങളിലുള്ളത്. പണം നൽകുന്ന വീഡിയോ ചിത്രീകരിച്ചതിനെ തുടർന്ന് തർക്കമുണ്ടാകുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഈ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും CPIM പരാതി നൽകി. അതേസമയം പാലക്കാട്ടെ വോട്ടിന് കോഴ വിവാദത്തിൽ പോലീസ് കേസെടുത്തു. പാലക്കാട് സൗത്ത് പോലീസാണ് കണ്ടാൽ തിരിച്ചറിയാവുന്ന NDA പ്രതിനിധികൾക്കെതിരെ കേസെടുത്തത്. പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാണ് പ്രഥമ വിവര റിപ്പോർട്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പിന്റെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും വിലയിരുത്തുന്നതിനുമായി വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ സംസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരത്തെത്തിയ സംഘം ജില്ലയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുകയുണ്ടായി. തിരുവനന്തപുരം വഴുതക്കാട് കോട്ടൺ ഹിൽ GHSS സ്കൂളിൽ ക്രമീകരിച്ച നേമം മണ്ഡലത്തിലെ വിതരണ കേന്ദ്രത്തിലെത്തിയ സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. പോളിംഗ് സാമഗ്രി വിതരണ കേന്ദ്രങ്ങൾക്ക് പുറമെ കൺട്രോൾ റൂമുകളും സംഘം സന്ദർശിച്ചു. കൊച്ചിയിലെത്തിയ 8-അംഗ സംഘം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വെബ്കാസ്റ്റിംഗ് കൺട്രോൾ റൂം, മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് സെൽ എന്നിവ സന്ദർശിച്ചു. 5 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘമാണ് കൊച്ചിയിലെത്തിയത്. ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം. കേരളാംഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. അസോസിയേറ്റ് സ്പോൺസർ കിൻഡർ ഹോസ്പിറ്റൽസ്. വെറും ഒരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. കേരളത്തിന് പുറമെ അസമിലും പുതുച്ചേരിയിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയാണ്. അസമിൽ 126 മണ്ഡലങ്ങളിലായി 722 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിക്കൊണ്ടിരിക്കുന്നത്. ഭരണകക്ഷിയായ BJPയും പ്രതിപക്ഷമായ കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് മത്സരം ഒപ്പത്തിനൊപ്പമാണ് എന്നാണ് വിലയിരുത്തൽ. പുതുച്ചേരിയിൽ മത്സരം 30 മണ്ഡലങ്ങളിലായി 294 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. അതുല്യ വിവരങ്ങൾ നൽകുന്നു. ബനേഷ്, കേരളത്തിനൊപ്പം തന്നെയാണ് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും അതുപോലെ തന്നെ അസമിലും വോട്ടെടുപ്പ് നടക്കുന്നത്. ഇരു സംസ്ഥാനങ്ങളിലും വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഈ ഒരു വോട്ടെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും പുതുച്ചേരിയിൽ നോക്കുകയാണെങ്കിൽ 30 മണ്ഡലങ്ങളിലായി 294 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വാശിയേറിയ പോരാട്ടം തന്നെയാണ് ഈ പുതുച്ചേരിയിലും നടക്കുന്നത്. പുതുച്ചേരിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി N. രംഗസ്വാമിയുടെ നേതൃത്വത്തിലുള്ള INR കോൺഗ്രസ്, അതായത് N. രംഗസ്വാമി കോൺഗ്രസ്, ഓൾ ഇന്ത്യ N. രംഗസ്വാമി കോൺഗ്രസിന്റെ ഒപ്പമുള്ള BJP സഖ്യം, അവരുടെ നേതൃത്വത്തിലുള്ള NDAയും അതുപോലെ തന്നെ DMK സഖ്യത്തെയുമാണ് പ്രധാനമായും മത്സരം നടക്കുന്നത്. NR രംഗസ്വാമിയുടെ നേതൃത്വത്തിൽ 2011 രൂപീകരിച്ച ഈ ഒരു പാർട്ടി NR കോൺഗ്രസ് ആണ് നിലവിൽ ഭരണത്തിൽ ഭൂരിപക്ഷമുള്ളത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമാണ് N. രംഗസ്വാമി. അതുപോലെ തന്നെ NDAയുടെ ഘടകകക്ഷി കൂടിയാണ് ഇവർ. അതോടൊപ്പം തന്നെ പ്രധാനമായും DMK ആണ് ഇവർക്ക് എതിരായുള്ള ഒരു സഖ്യം എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പുതുച്ചേരിയിൽ TVKയുടെ വോട്ടുകൾ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക എന്നുള്ളത്. 2 സിറ്റിംഗ് MLAമാരെയാണ് TVK ഇക്കുറി മത്സരിപ്പിക്കുന്നത്. അതായത് നേരത്തെ ഉണ്ടായിരുന്നവരിൽ നിന്ന്, ഭരണകക്ഷിയിൽ നിന്ന് കൂറുമാറി TVKയിലേക്ക് എത്തിയ 2 സിറ്റിംഗ് MLAമാരെ പുതുച്ചേരിയിൽ TVK മത്സരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് നിരവധി ഇടങ്ങളിൽ TVK സ്വാധീനം എങ്ങനെയായിരിക്കും വോട്ടാവുക എന്നുള്ളതാണ് പുതുച്ചേരിയിൽ പ്രധാനമായും ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 294 സ്ഥാനാർത്ഥികളാണ് പുതുച്ചേരിയിൽ ജനവിധി തേടുന്നത്. അസമിലേക്ക് പോവുകയാണെങ്കിൽ അസമിൽ
126 മണ്ഡലങ്ങളിലായി 722 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. പ്രധാനമായും മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ, കോൺഗ്രസ് നേതാവ് ഗൗരവ് ഗഗോയ്, IUDF മേധാവി ബഹ്റുദ്ദീൻ അജ്മൽ, അതുപോലെ തന്നെ റൈജോർദൾ നേതാവായിട്ടുള്ള അഖിൽ ഗഗോയ് എന്നിവരെല്ലാമാണ് പ്രധാനപ്പെട്ട നേതാക്കൾ. ഇവരെല്ലാം തന്നെ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ്ട് 31,490 പോളിംഗ് സ്റ്റേഷനുകളാണ് അസമിലുള്ളത്. അവിടെ ഏതാണ്ട് 2.5 കോടി വോട്ടർമാരാണ് ഇന്നിപ്പോൾ ജനവിധി രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ അസമിലും അതുപോലെ തന്നെ പുതുച്ചേരിയിലും വോട്ടെടുപ്പ് ആരംഭിച്ച് ആദ്യ മണിക്കൂർ പിന്നിടുകയാണ്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഇരു പ്രദേശങ്ങളിലും വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. പ്രധാനമായും മത്സരം നടക്കുന്നത് പുതുച്ചേരിയിലെ മത്സരം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ DMK സഖ്യവും അതുപോലെ തന്നെ NDA സഖ്യം INR കോൺഗ്രസും അതുപോലെ തന്നെ BJPയും കൂടിയുള്ള INR കോൺഗ്രസ് BJP സഖ്യം NDAയുടെ മുന്നണിയുമായിട്ടാണ് പ്രധാനമായും മത്സരം നടക്കുന്നത്. എന്തായാലും ഇരു സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ വലിയ രീതിയിൽ തന്നെ പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. രാവിലെ തന്നെ വലിയ നീണ്ട ക്യൂ തന്നെയാണ് ഇരു മണ്ഡലങ്ങളിലും ദൃശ്യമായിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിൽ തന്നെ അവിടെ ഇപ്പോൾ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ 2016 ശേഷം ഇവിടേക്ക് ഭരണത്തിൽ തിരിച്ചെത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതേസമയം BJP ആണെങ്കിൽ ഒരു മൂന്നാം ഭരണം, അതായത് കഴിഞ്ഞ രണ്ട് ടേമിലും ജയിച്ച് ഒരു മൂന്നാം ഹാട്രിക് വിജയമാണ് ലക്ഷ്യമിടുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസമിൽ ഇത് ഒരു നിലനിൽപ്പിന്റെ കൂടി പോരാട്ടമാണ്. കാരണം 3 തവണ തുടർച്ചയായി ഭരണം നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായും ഇത് അവരുടെ വലിയ രീതിയിൽ തന്നെ ഇനി അങ്ങോട്ടുള്ള കോൺഗ്രസിന്റെ അവിടെയുള്ള പ്രാധാന്യത്തെ ബാധിക്കും എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇരു മണ്ഡലങ്ങളിലും ഇരു സംസ്ഥാനങ്ങളിലും വലിയ രീതിയിൽ തന്നെ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ പാർട്ട് ടൈം ചെയർമാനായി നടനും BJP നേതാവുമായ G. കൃഷ്ണകുമാറിനെ നിയമിച്ചു. കൃഷ്ണകുമാറിനെ NFDCയുടെ നോൺ ഒഫീഷ്യൽ ഡയറക്ടറായി നിയമിച്ചതായി കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം അറിയിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവും കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയം പുറത്തിറക്കി. ആർട്ടിമിസ് 2 ചാന്ദ്ര ദൗത്യം പൂർത്തിയാക്കി ബഹിരാകാശ യാത്രികരുടെ സംഘം ഭൂമിയിലേക്ക് മടക്കയാത്ര ആരംഭിച്ചു. US സമയം ഏപ്രിൽ 10 ഇന്ത്യൻ സമയം 11 പുലർച്ചെയോ പേടകം സുരക്ഷിതമായി ഭൂമിയിലിറങ്ങും. യാത്രാപഥത്തിലെ തിരുത്തലുകൾ ഉൾപ്പെടെ നിർണായക ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതിനാൽ മടക്കയാത്ര സുഗമമായാണ് പുരോഗമിക്കുന്നത്. പേടകം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള പുനഃപ്രവേശമാണ്. മുൻപ് നടന്ന ആർട്ടിമിസ് ദൗത്യത്തിൽ ആളില്ലാ പേടകം തിരിച്ചിറക്കുന്ന വേളയിൽ ഹീറ്റ് ഷീൽഡിൽ ചെറിയ വിള്ളലുകൾ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഈ സാങ്കേതിക പ്രശ്നം യാത്രികരുടെ ജീവന് ഭീഷണിയാകില്ല എന്ന ഉറപ്പിലാണ് ആർട്ടിമിസ് 2 മനുഷ്യരെ ഉൾപ്പെടുത്തി നടപ്പാക്കിയത്. ലബനനിൽ ഉടനീളം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 254 പേർ കൊല്ലപ്പെട്ടു, 1165 പേർക്ക് പരിക്കേറ്റു. അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിലുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണങ്ങൾ. ലബനൻ പ്രധാനമന്ത്രി നവാഫ് സലാം ഇന്ന് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. പരിക്കേറ്റവരെ കൊണ്ട് ബെയ്റൂട്ടിലെ ആശുപത്രികൾ നിറഞ്ഞിരിക്കുകയാണെന്നും രക്തദാനത്തിനായി അടിയന്തര സഹായം വേണമെന്നും ലബനൻ ആരോഗ്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇസ്രയേൽ പ്രതിരോധ സേന ഓപ്പറേഷൻ എറ്റേണൽ ഡാർക്ക്നെസ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടിയിൽ 100ഓളം ലക്ഷ്യസ്ഥാനങ്ങൾ കേവലം 10 മിനിറ്റിനുള്ളിൽ ആക്രമിക്കപ്പെട്ടു. ഹിസ്ബുള്ളയുടെ താവളങ്ങളാണ് ലക്ഷ്യമിട്ടത് എന്ന് ഇസ്രയേൽ അവകാശപ്പെടുമ്പോഴും ബെയ്റൂട്ട് ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളിൽ മുന്നറിയിപ്പില്ലാതെ ബോംബാക്രമണം നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ മേധാവി ആക്രമണങ്ങളെ ഭയാനകമെന്ന് വിശേഷിപ്പിക്കുകയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ലംഘനത്തെ അപലപിക്കുകയും ചെയ്തു. എന്നാൽ ലബനൻ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ല എന്നാണ് ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും അവകാശവാദം.
طلعت رفاعي هون طلعت رفاعي بربور. സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് തുടരുകയാണ്. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ഉറപ്പായി എന്ന് മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ അവകാശപ്പെട്ടു. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ തരംഗമാണ് കേരളത്തിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് വെസ്റ്റ് ഹിൽ സെന്റ് മൈക്കിൾ സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു MK മുനീർ. ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമായി മാറുമെന്നുള്ളതാണ് രാവിലത്തെ പോളിംഗുകൾ സൂചിപ്പിക്കുന്നത്. സ്ത്രീകളൊക്കെ ധാരാളമായി വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്ത്രീകളുടെ ഒരു സാന്നിധ്യം തന്നെ ബോധ്യപ്പെടുത്തുന്നത് ഐക്യജനാധിപത്യ മുന്നണി ടീം UDF പറഞ്ഞ പോലെ തന്നെ 100 സീറ്റ് എങ്കിലും നേടുന്ന തെരഞ്ഞെടുപ്പായി. ഉറച്ച വിജയപ്രതീക്ഷയുണ്ട് എന്നാണ് തിരുവമ്പാടി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ ലിൻഡോ ജോസഫ് പറഞ്ഞത്. പ്രചാരണത്തിന് ദിവസങ്ങൾ കുറഞ്ഞത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നും മണ്ഡലത്തിലെ മുക്കും മൂലയും അറിയാമെന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. കോഴിക്കോട് കൂമ്പാറ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിലെത്തിയാണ് ലിൻഡോ ജോസഫ് വോട്ട് രേഖപ്പെടുത്തിയത്. 100% വിജയം ഉറപ്പിച്ചുള്ള യാത്രയാണ് കഴിഞ്ഞ 23 ദിവസം നടന്നത്. MLA ആയിരുന്നുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലൊക്കെ നേരത്തെ ഇടപെടുകയും പോവുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ഈ ദിവസം കുറഞ്ഞത് നമ്മളെ ബാധിച്ചിട്ടില്ല. ഏറ്റവും നല്ല നിലയിലുള്ള റെസ്പോൺസ് ഉണ്ട് എന്നതാണ് ഏറ്റവും പോസിറ്റീവായ കാര്യം. ചില മണ്ഡലത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടന്നൊരു കാലം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്കൂള്, ആ സ്കൂളിൽ കാണുന്ന കെട്ടിടം പോലും ഈ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് MLA ഫണ്ടിൽ നിർമ്മിച്ചതാണ്, നമ്മുടെ ഗ്രൗണ്ട് ഉൾപ്പെടെ. അപ്പോൾ ഓരോ സ്ഥലത്തും നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരുപാട് ഉദാഹരണങ്ങളും ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ഉണ്ട് എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു നേട്ടമായി, വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന നേട്ടമായി മാറും. എന്താ പറയുക, വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഈ തിരുവമ്പാടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,100 രൂപ, പവന് 1,12,800 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,655 രൂപ, പവന് 93,240 രൂപ. വെള്ളി ഗ്രാമിന് 260 രൂപ, കിലോ 2,60,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്താം. സർ, ആദ്യത്തെ കാപ്പി അമ്മയ്ക്ക്. പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ പുതിയ തുടക്കങ്ങൾ ശുഭകരമാകും. അതിനാൽ മുത്തൂറ്റ് ഫൈനാൻസ് കാലങ്ങളായി ഓരോ പുതിയ തുടക്കത്തിലും വിശ്വസ്ത പങ്കാളി. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. നന്ദല ജിമാർട്ടിൽ നിന്നും AC-കളും ഗൃഹോപകരണങ്ങളും പർച്ചേസ് ചെയ്യൂ. ജിമാർട്ട് ചില്ലാക്സ് ഓഫർ നറുക്കെടുപ്പിലൂടെ 5 പഞ്ച് കാറുകൾ സമ്മാനമായി നേടൂ. ഗോപു നന്ദല ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. ജെൻലാക് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ, ദ പെർഫെക്റ്റ് പാർട്ട്ണർ ഫോർ യുവർ പെയിന്റ് ജോബ്. ജെൻലാക് NC തിന്നർ. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. In association with കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മൈ ജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. സാനിറ്ററി
സാനിറ്ററി ആൻഡ് ബാത്റൂം ഫർണിച്ചറുകൾക്ക് കേരളം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഓഫറുകൾ. കിലോ ബസാർ ആൻഡ് എക്കണോമി ചെയിൻ സ്റ്റോർ കൺസെപ്റ്റ് ഓഫ് യൂറോടെക്. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളെ സുരക്ഷിതമായി നിക്ഷേപിക്കൂ. മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. ഓരോ പുതിയ തുടക്കത്തിലും വിശ്വസ്ത പങ്കാളി. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. Join India's #1 Commerce Institute, Indian Institute of Commerce, ലക്ഷ്യ. ഗോപു നന്ദിലത്ത് വോട്ട് ദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവർഡ് ബൈ അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. അസോസിയേറ്റ് സ്പോൺസർ Join India's #1 Commerce Institute, Indian Institute of Commerce, ലക്ഷ്യ. വെറുമൊരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. വോട്ടെടുപ്പ് ആരംഭിച്ച ആദ്യത്തെ 2 മണിക്കൂറിൽ 7.4% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നാവിൽ നിന്നാണ് വന്നത്. ഡാഷ് അതിൻ്റെ ബാക്കി പൂരിപ്പിക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സതീശൻ്റെ വനവാസം എന്ന് പറയുന്ന കാര്യം അത് വോട്ടെണ്ണിയ ശേഷമായിരിക്കുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതടക്കം വലിയ വാർത്തകൾ കാത്തിരിക്കുന്നു. ടോപ്പ് ഹെഡ്ലൈൻസ്. കേരളം വിധി എഴുതുമ്പോൾ ആദ്യ 2 മണിക്കൂറിൽ രേഖപ്പെടുത്തിയത് 7.4% വോട്ടുകൾ. വോട്ട് രേഖപ്പെടുത്തി പിണറായി വിജയനും വി.ഡി. സതീശനും മറ്റ് പ്രമുഖ സ്ഥാനാർത്ഥികളും. കേരളത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പാണെന്ന് പിണറായി വിജയൻ. ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വി.ഡി. സതീശൻ. വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ. അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് തുടരുന്നു. അസമിൽ ജനവിധി തേടുന്നത് 126 മണ്ഡലങ്ങളിലായി 722 സ്ഥാനാർത്ഥികൾ. പുതുച്ചേരിയിൽ 30 മണ്ഡലങ്ങളിൽ മത്സരരംഗത്ത് 294 സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പ് ദിനത്തിലും ചർച്ചയായി വോട്ടിന് നോട്ട് ആരോപണം. പാലക്കാട് NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പണം നൽകിയെന്ന ആരോപണത്തിൽ പോലീസ് കേസെടുത്തു. കണ്ടാലറിയാവുന്ന NDA പ്രതിനിധിക്കെതിരെയാണ് കേസ്. ഊഞ്ഞാറിലും BJP വോട്ടർമാർക്ക് പണം നൽകിയെന്ന് ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ BJP സ്ഥാനാർത്ഥി പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ച ചാന്ദ്രദൗത്യം ആർടെമിസ് 2. ഭൂമിയിലെത്തുക ഇന്ത്യൻ സമയം ഏപ്രിൽ 11 പുലർച്ചെ 5:37. പേടകം ഇറങ്ങുക ശാന്തസമുദ്രത്തിൽ സാന്റിയാഗോയ്ക്കടുത്ത്. യാത്രികരെ സ്വീകരിക്കാൻ സമുദ്രത്തിൽ പ്രത്യേക കപ്പലുകൾ സജ്ജം. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെയും ലബനനിൽ ആക്രമണം തുടർന്ന് ഇസ്രായേൽ. ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണം. മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 250ഓളം പേർ. ലബനനിൽ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഭരണകൂടം. ലബനൻ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പതിനാറാം നിയമസഭയിലേക്കുള്ള 140 പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടെടുപ്പിന്റെ ആദ്യത്തെ 2 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ശതമാനം 7.4 ആണ്. ഡി ബിനോയ് വിവരങ്ങൾ നൽകുന്നു.
മണിക്കൂർ സമയം പിന്നിടുമ്പോൾ ഈ വോട്ട് രേഖപ്പെടുത്തിയ പെർസെൻറ്റേജിലൊരു മാറ്റം വന്നിട്ടുണ്ട്. 7 മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം 10% എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കും. എന്തായാലും വോട്ടിംഗ് ശതമാനത്തിൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കാര്യമായ ഒരു വർധന അല്ലെങ്കിൽ ഒരു കയറ്റം കാണുന്നുണ്ട്. അതിൽ ഉദാഹരണമായി എടുത്ത് പറയേണ്ടത് കോഴിക്കോട് വടക്കൻ ജില്ലകളിലാണ് ഇത്തരത്തിൽ ഒരു നല്ല ഒരു പ്രവണത കണ്ടുവരുന്നത്. വളരെയധികം ആളുകൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് വളരെ നേരത്തെ തന്നെ എത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇടുക്കിയെ സംബന്ധിച്ചോളം ഇടുക്കിയിലും തൃശ്ശൂരിലും പാലക്കാടും ഈ 3 സ്ഥലങ്ങളിലും നമുക്ക് ലഭ്യമായ കണക്കനുസരിച്ച് ഇതുവരെ പോൾ ചെയ്തിരിക്കുന്നത് 7% ആളുകളാണ്. കണ്ണൂരിലും 7% എത്തുന്നു. കോഴിക്കോട് 6.8% എത്തുന്നു. അങ്ങനെ ഉള്ള ഒരു കണക്കുകളാണ്. അത് ഏകദേശം എല്ലാ ജില്ലകളിലും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് 7% ആളുകളാണ്. ആദ്യത്തെ 1.5 മണിക്കൂറിലാണ്. 9 മണിക്കൂർ വരെയുള്ള കണക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ വരും. അത് ഏകദേശം 10% മുകളിലെത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അനൗദ്യോഗികമായി കിട്ടുന്ന വിവരങ്ങൾ. ഈ പ്രമുഖർ എടുത്തു പറയേണ്ട മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും എല്ലാം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. KPCC അധ്യക്ഷൻ വോട്ട് രേഖപ്പെടുത്തി, PK കുഞ്ഞാലിക്കുട്ടി വോട്ട് രേഖപ്പെടുത്തി, അങ്ങനെ തുടങ്ങിയ പ്രമുഖരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്തെ മുടവൻ മുകളിൽ മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തി. ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ എടുത്തു നോക്കേണ്ടത് മുഖ്യമന്ത്രി പറഞ്ഞ ചില വാക്കുകളാണ്. കാരണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനത്തെ ആഴ്ചയിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറിയത് ഈ മോൻ പ്രയോഗമായിരുന്നു. ആ മോൻ പ്രയോഗത്തിന് അത് ആദ്യം തുടങ്ങിയത് രേവന്ത് റെഡ്ഡിയുടെ ഭാഗത്തു നിന്നായിരുന്നു. അദ്ദേഹം ഒരു സിനിമയിലെ ഡയലോഗ് ഉദ്ധരിച്ചുകൊണ്ട് ഒരു മോൻ പ്രയോഗം മുഖ്യമന്ത്രിക്കെതിരെ നടത്തുകയുണ്ടായി. അതിന് തിരിച്ച് കുറച്ച് ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 3-4 ദിവസത്തിന് ശേഷം മുഖ്യമന്ത്രിയും ആദ്യം തന്നെ മറ്റൊരു തരത്തിലൊരു മോൻ പ്രയോഗം നടത്തി. അങ്ങനെ ഇത് രാഷ്ട്രീയത്തിൽ ചർച്ചയാവുകയും അത് ഇന്നും വീണ്ടും മുഖ്യമന്ത്രി തന്നെ ആ വിഷയം ആ മോൻ പ്രയോഗവുമായി ബന്ധപ്പെട്ട വിഷയം പറയുകയും ചെയ്തിരുന്നു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സമയം മുതൽ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇത്തവണ നിയമസഭയിൽ ഭൂരിപക്ഷം നേടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭരണം UDFന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തൻ്റെ രാഷ്ട്രീയ വനവാസകാലം ആയിരിക്കും എന്നായിരുന്നു. അതിന് മറുപടിയും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഫലം വന്നു കഴിയുമ്പോഴേക്കും രാഷ്ട്രീയ വനവാസവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ രാഷ്ട്രീയ വനവാസവും ഒപ്പം തന്നെ മോൻ പ്രയോഗങ്ങളുമൊക്കെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്ന ദിവസവും ചർച്ചയായി മാറപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കാരണം അത്രയധികം ഈ വിഷയങ്ങൾ ഇത്തരത്തിൽ ഈ ആരോപണ പ്രത്യാരോപണങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ വലിയ തരത്തിൽ ചർച്ചയായി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ ഈ കോഴ ഇടപാടുകൾ കിറ്റ് ആയാലും അതുപോലെ തന്നെ വോട്ടിന് പൈസ കൊടുക്കുന്ന കാര്യത്തിലുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ മറ്റൊരു തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ വോട്ട് എടുപ്പിൻ്റെ അടുത്ത ദിവസങ്ങളിൽ അടുത്ത മണിക്കൂറിൽ അതും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും പാലക്കാടുണ്ടായത്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ തൃശ്ശൂരിലും പൂഞ്ഞാറിലും ഒക്കെ തന്നെ വോട്ടിൻ്റെ പേരിലുള്ള കോഴ ആരോപണങ്ങൾ ചാത്തന്നൂരിലും അതുപോലെ തന്നെ കഴക്കൂട്ടത്തുമൊക്കെ ഉയർന്നു വന്നിരിക്കുന്നു. വോട്ടിന് പകരം സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നൊരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു. അത് BJPയുടെ ഭാഗത്തു നിന്നാണ് എന്ന തരത്തിൽ വലിയ ആരോപണങ്ങൾ കോൺഗ്രസും CPIM ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. ആ ആരോപണങ്ങൾ തന്നെ നേതാക്കൾ ഇന്ന് രാവിലെയും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴേക്കും ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങൾക്കുമൊന്നും ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസവും അത് ആ വിഷയങ്ങളായി തന്നെ നിലനിൽക്കുകയും അത് വലിയ തരത്തിൽ ചർച്ചകളായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലും പോളിംഗ് ശതമാനത്തിൽ കാര്യമായ ഒരു മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ ഒരു കാര്യമായൊരു ഒഴുക്ക് കാണുന്നുണ്ട്. ഒരു മെല്ലപ്പോക്കല്ല, ഒരു ഗൗരവത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ കാണുകയും വോട്ട് രേഖപ്പെടുത്താൻ കൂടുതലായ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. G. സുധാകരൻ അമ്പലപ്പുഴയിൽ എത്തിയിരിക്കുന്നു. അതേസമയം അമ്പലപ്പുഴയിലെത്തി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹം രാവിലെ തന്നെ 7 മണിയായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പോളിംഗ് ബൂത്തിലെത്തി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിട്ടുണ്ട്. അദ്ദേഹവും വലിയ തരത്തിലുള്ള വിജയപ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയം, അതായത് വലിയ വേനൽ ചൂടിൻ്റെ സമയമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി രാവിലെ തന്നെ ബൂത്തുകളിലേക്ക് എത്തും. ഇതേ ഒരു തിരക്ക് ഉച്ചയ്ക്ക് ശേഷം 3 മണി കഴിയുമ്പോഴും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇതാണ് ഒരു പ്രത്യേകത. പക്ഷേ ഈ സാധാരണഗതിയിൽ ഈ മലയോര ജില്ലകളിലൊക്കെ തന്നെ ഇത്രയധികം രാവിലെ 7% ആദ്യത്തെ 1.5 മണിക്കൂർ കഴിയുമ്പോഴൊക്കെ ഉണ്ടാകുന്ന പതിവ് ഉണ്ടാകില്ല. പക്ഷേ ഇത്തവണ അതിൽ മാറ്റം വന്നിരിക്കുന്നു. മലയോര ജില്ലകളായ ഇടുക്കിയിലും അതുപോലെ തന്നെ കണ്ണൂരിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ മലയോരം ഉൾപ്പെടുന്നതാണ്. അവിടെയും കോഴിക്കോട് ഭാഗങ്ങളിലും അതുപോലെ തന്നെ വയനാടിലും ഒക്കെ തന്നെ രാവിലെ മുതൽ ഈ മലയോര മേഖലയിൽപ്പെട്ട
പ്രധാനപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ തന്നെ 7% മുകളിലേക്കുള്ള പോളിംഗ് നടന്നിരിക്കുന്നു. അതൊരു പോളിംഗ് ശതമാനം ഉയരുന്നതിൻ്റെ ഒരു നല്ല സൂചനയാണ്. കഴിഞ്ഞ പ്രാവശ്യം 76% വോട്ടാണ് രേഖപ്പെടുത്തിയതെങ്കിൽ ഇത്തവണ അതിനേക്കാൾ കൂടുതൽ 1-2% വർദ്ധിച്ചാൽ തന്നെയും അതിശയപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസാന ഘട്ടത്തിലേക്കുള്ള ഒരു പോളിംഗ് ശതമാനം എത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ 10% മുകളിലേക്ക് അത് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. പല സ്ഥലങ്ങളിലും 15% വോട്ട് രേഖപ്പെടുത്തിയായിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഔദ്യോഗികമായുള്ള വെളിപ്പെടുത്തൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകൾ 2 മണിക്കൂർ പിന്നിടുമ്പോൾ നേതാക്കന്മാർ ഒന്നടങ്കം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. വോട്ടർമാർ, അതായത് വോട്ട് ചെയ്യാൻ എത്തുന്ന ആളുകളുടെ എണ്ണത്തിലും കാര്യമായ വർധനയുണ്ടാകുന്നു. നിരവധിയായ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇത്തവണത്തെ പോളിംഗിന് ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടത് ആദ്യ അല്ലെങ്കിൽ കന്നി വോട്ട് രേഖപ്പെടുത്താൻ ആളുകൾക്ക് എത്തുന്ന വോട്ടർമാർക്ക് മധുരം നൽകി അവരെ സ്വീകരിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പ്രവണത, അത് വോട്ടിലേക്ക് ആകർഷിക്കുന്നതിന് അല്ലെങ്കിൽ വോട്ടർമാരെ ആകർഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് പോളിംഗ് ശതമാനം 14 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം 13.9%, കൊല്ലം 15.1%, പത്തനംതിട്ട 18.4%, ആലപ്പുഴ 15.3%, കോട്ടയം 15.1%, ഇടുക്കി 12%, എറണാകുളം 15.1%, തൃശ്ശൂർ 16.2%, പാലക്കാട് 16.8%, മലപ്പുറം 16.3%, വയനാട് 16.2%, കോഴിക്കോട് 14.1%, കണ്ണൂർ 16.4 എന്നിങ്ങനെ ക്രമത്തിലാണ് ഇപ്പോൾ വോട്ടിംഗ് ശതമാനം വന്നിരിക്കുന്നത്. അതായത് ആദ്യത്തെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വോട്ടിംഗ് ശതമാനം 14-ലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അതൊരു നല്ല വോട്ടിംഗ് ശതമാനം 14% എത്തിയിരിക്കുന്നു എന്ന് ഡി വിനോദ് സൂചിപ്പിക്കുന്നു. അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനി നമ്മൾക്ക് ജില്ല തിരിച്ച് തന്നെ ഈ വോട്ടിംഗ് ശതമാനത്തെക്കുറിച്ചും ആരൊക്കെ വോട്ട് ചെയ്തു, ആരൊക്കെ വോട്ട് ചെയ്യാനിരിക്കുന്നു എന്നതിനെക്കുറിച്ച് നോക്കേണ്ടതുണ്ട്. ഇടുക്കിയിൽ നിന്ന് ബിനീഷ് ആന്റണി ചേരുന്നു. ഇടുക്കിയിൽ ബിനീഷ് ആന്റണി, തൊടുപുഴ, ഉടുമ്പൻചാലോ, ദേവികുളം, ഇടുക്കി, പീരുമേട് എന്നീ 5 മണ്ഡലങ്ങളാണുള്ളത്. തൊടുപുഴയിൽ കേരള കോൺഗ്രസിൻ്റെ അപ്പു ജോൺ ജോസഫ് മത്സരിക്കുന്നു. അവിടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ LDFന് വേണ്ടി അവിടെ സിറിയക് ചാഴിക്കാടൻ മത്സരിക്കുന്നു. ഉടുമ്പൻചോലയിൽ CPIഎമ്മിൻ്റെ KK ജയചന്ദ്രൻ, അവിടെ സേനാപതി വേണുവാണ് UDFൻ്റെ സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. ദേവികുളത്ത് CPIഎമ്മിൻ്റെ രാജ, കോൺഗ്രസിൻ്റെ F രാജ, BJPയുടെ CPIഎമ്മിൽ നിന്ന് വന്ന S രാജേന്ദ്രൻ. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ കേരള കോൺഗ്രസ് M, റോയി K പൗലോസ് കോൺഗ്രസ്, പ്രതീഷ് പ്രഭ BDJS. പീരുമേട് CPIയുടെ K സലീംകുമാർ, കോൺഗ്രസിൻ്റെ സിറിയക് തോമസ്, BJPയുടെ രതീഷ് വരകുമല. ഇടുക്കിയിലെ ഏതൊക്കെ പ്രമുഖ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്തു, വോട്ടിംഗ് ശതമാനം എങ്ങനെയാണ്, ഇപ്പോൾ വോട്ട് ചെയ്യാനുള്ളവരുടെ നിര രൂപപ്പെട്ടിട്ടുണ്ടോ? രാവിലെ അല്പം മന്ദഗതിയായിരുന്നുവെന്ന് സൂചിപ്പിച്ചിരുന്നുവല്ലോ. മനീഷ്, ഇടുക്കിയെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ 12% ഇപ്പോൾ ഈ വോട്ടിംഗ് ശതമാനം എത്തിയിരിക്കുന്നത്. ഏതായാലും ഒരു ഉച്ചതിരിഞ്ഞ ശേഷമായിരിക്കും അത്യാവശ്യം ഇപ്പോഴും മന്ദഗതിയിൽ തന്നെയാണ് പല ബൂത്തുകളും മുന്നോട്ട് പോകുന്നത്. മറയൂരടക്കമുള്ള സ്ഥലങ്ങളിൽ 24 പേർ വോട്ട് ചെയ്തപ്പോൾ തന്നെ LP സ്കൂളിലെ 10-ാം നമ്പർ ബൂത്ത് മെഷീൻ തകരാറാവുകയായിരുന്നു. ഏതായാലും അത് ശരിയാക്കാനുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നെടുങ്കണ്ടത്തും ഇത്തരത്തിൽ മെഷീൻ തകരാറായിരുന്നു. ഏതായാലും അതും ശരിയാക്കിയിട്ടുണ്ട്. ഏതായാലും രാവിലെ മന്ദഗതിയിൽ തന്നെയാണ് ഒരു വിവിധ ബൂത്തുകളിൽ തന്നെ പോളിംഗ് ശതമാനം കുറവെന്ന് വേണം പറയാൻ. ഏതായാലും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും എല്ലാ ആളുകളും വോട്ടിംഗ് രേഖപ്പെടുത്താൻ വരിക, അതായത് തൊഴിലാളികളടക്കം വോട്ടിംഗ് രേഖപ്പെടുത്താൻ വരിക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും രാജ MLA കുണ്ടള പുതുക്കടിയിലാണ് വോട്ട്. ദേവികുളം മണ്ഡലത്തിലെ F രാജ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിൽ അതിനെ LDF സ്ഥാനാർത്ഥി രാജ കുണ്ടള പുതുക്കടിയിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ S രാജേന്ദ്രൻ മൂന്നാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണ്. അദ്ദേഹം 10 മണിയാകുമ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതോടെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ KK ജയചന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തി. കുഞ്ചിത്തണ്ണിയിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ തൃശ്ശൂർ എത്തി വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സേനാപതി വേണു വോട്ട് രേഖപ്പെടുത്താൻ എത്തും എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കൂടാതെ പ്രതീഷ് പ്രഭ അടക്കമുള്ള ഇടുക്കി റോഷി അഗസ്റ്റിൻ വോട്ട് രേഖപ്പെടുത്താനുണ്ട്. അതും പ്രതീഷ് പ്രഭ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റോയി K പൗലോസും വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തി എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇപ്പോഴും പല ബൂത്തുകളിലും മന്ദഗതിയിൽ തന്നെയാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും അല്പസമയത്തിന് ശേഷം ഈ ചൂടിന്റെ അല്പം കാഠിന്യം കുറഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പോളിംഗ് ശതമാനം ഇടുക്കിയിലേക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നത്. കാരണം പല ആളുകളും ഈ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഈ പല ബൂത്തുകളിലേക്കും എത്തുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും
ഏതായാലും ഇടുക്കിയെ അപേക്ഷിച്ച് പ്രശ്നബാധിത ബൂത്തുകളുണ്ടെങ്കിൽ തന്നെ അത് നേരിടാൻ തന്നെ പോലീസിന്റെ വലിയ ഒരു സേനയെ തന്നെ 3000-ലധികം പോലീസ് സേനയെ തന്നെ ഇടുക്കിയിൽ 5 മണ്ഡലങ്ങളായി വിന്യസിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇടമലക്കുടി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പരപ്പയാറ്, മുളകുതറ, സൊസൈറ്റി കുടിയും ഈ 3 കുടികളിലാണ് ഗോത്രവർഗ പഞ്ചായത്തായി ഇടമലക്കുടിയിൽ പോളിംഗ് നടക്കുന്നത്. എവിടെയും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് പോളിംഗ് നടക്കുന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. മനേഷ്, ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടെടുപ്പിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനീഷ് ആന്റണി. ഡി ബിനോയിലേക്ക് നമ്മൾ തിരികെ പോകുന്നു. വോട്ടെടുപ്പ് ശതമാനത്തിന്റെ കണക്കുകൾ ജില്ല തിരിച്ചുകൊണ്ട് സൂചിപ്പിക്കുകയായിരുന്നു ഡി ബിനോയ്. അതിനിടയിലാണ് നമ്മൾ ഇടുക്കിയിലേക്ക് പോയത്. ഈ വോട്ടെടുപ്പ് ശതമാനത്തിന്റെ ഒരു സൂചന എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒരു കൊള്ളാവുന്ന വോട്ടെടുപ്പ് ശതമാനത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാമോ ഡി ബിനോയ്? ആദ്യത്തെ 2 മണിക്കൂറിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് വലിയ തരത്തിലുള്ളൊരു പോളിംഗ് എന്ന് തന്നെ നമുക്കിതിന് പറയാൻ കഴിയും. കാരണം 14% എന്ന് പറയുന്നത് വലിയ പോളിംഗ് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തരത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. അതായത് എറണാകുളത്തൊക്കെ ഇങ്ങനെ ഈ 15% ഉയരുക എന്നുള്ളത് അസാധ്യം എന്ന് തന്നെ പറയാം. എറണാകുളത്ത് ഇടുക്കിയിൽ 12% എത്തിയിരിക്കുന്നു. കാസർഗോഡ് 13%, കണ്ണൂർ 16%, വയനാട് സംബന്ധിച്ചോളം ഈ 16.2% ഇത്രയധികം ഈ 2 മണിക്കൂർ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കനത്ത പോളിംഗ്, അതായത് പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോഴാണ് പത്തനംതിട്ടയിൽ 18% ഇതുവരെ ഈ ആദ്യത്തെ 2 മണിക്കൂറിൽ പോളിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പോളിംഗിൻ്റെ കാര്യത്തിൽ ഒരു വലിയ ആവേശം സംവിധാനം രേഖപ്പെടുത്താൻ എത്തുന്നവർ കാണിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിൽ നിന്ന് സൂചന. കാരണം ഈ സാധാരണഗതിയിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആദ്യത്തെ 2 മണിക്കൂറാകുമ്പോൾ പല ജില്ലകളിലും 9, 8, 11 ആ ക്രമത്തിലായിരുന്നെങ്കിൽ അതിലൊരു മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ ആദ്യത്തെ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും 14% എത്തിച്ചേർന്നിരിക്കുന്നു. എറണാകുളം 15 ആകുന്നു, ഇടുക്കിയിൽ 12% വരുന്നുണ്ട്. അതുപോലെ തന്നെ വരുമ്പോൾ കാസർഗോഡാണ് അല്പം ഒരു മെല്ലപ്പോക്കെന്ന് വേണമെങ്കിൽ പറയാം, 13.1%. പക്ഷേ കാസർഗോഡിലെ കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്കനുസരിച്ച് ഇപ്പോൾ അത് കൂടുതൽ തന്നെയാണ്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കൂടുതലായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ 18.4% പോളിംഗ് പത്തനംതിട്ട ജില്ലയിൽ നടന്നിരിക്കുന്നു. പ്രത്യേകിച്ചും പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം 1-2 കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ റാന്നി, കോന്നി ഉൾപ്പെടെയുള്ള 2 നിയമസഭാ മണ്ഡലങ്ങൾ പകുതിയിലധികം ഭാഗവും മലയോര മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കാര്യമായ തരത്തിൽ പോളിംഗ് നടന്നിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ 18% സൂചിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പാലക്കാടേക്ക് വരുമ്പോൾ അവിടെ 16.8% പോളിംഗ് നടന്നിട്ടുണ്ട്. കൊല്ലത്തും 15.1%. അപ്പോൾ ഇതിൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയും കുറവ് കാണിക്കുന്നത് കാസർഗോഡാണ്. ഈ 2 ജില്ലകൾ, കാസർഗോഡ് ജില്ലയിൽ 13%, പത്തനംതിട്ട ജില്ലയിൽ 18% ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ മറ്റു ജില്ലകളിലും ഈ പോളിംഗ് ശതമാനത്തിൽ കാര്യമായ ഒരു കുറവോ ഒന്നും സംഭവിച്ചിട്ടില്ല. മുൻ വർഷത്തെ അപേക്ഷിച്ച് വർധന എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. മറ്റു ജില്ലകളെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ നമുക്ക് മലബാർ മേഖലയിലേക്ക് ഒന്ന് പോകാം. മലബാർ മേഖലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി റിയാസ് KMR അവിടെ നിന്ന് ചേരുന്നുണ്ട്. റിയാസ് KMR, കോഴിക്കോട് ജില്ലയിലെ വോട്ടെടുപ്പ് ശതമാനത്തിന്റെ കണക്കുകൾ അടക്കമുള്ള നമ്മളിപ്പോൾ നമ്മുടെ ഫുൾ സ്ക്രീനിൽ വിശദമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. 14.1% കോഴിക്കോട് ജില്ലയിലെ വോട്ടെടുപ്പ് ശതമാനം ഇതുവരെ ഉള്ളത് ആദ്യത്തെ 2 മണിക്കൂറിൽ. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ വടകര, കുറ്റ്യാടി, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, ഏലത്തൂർ, ഒപ്പം തന്നെ കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം, തിരുവമ്പാടി, കൊടുവള്ളി എന്നിങ്ങനെയുള്ള മണ്ഡലങ്ങളാണുള്ളത്. ഇന്ന് രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ച് ഈ നിമിഷം വരെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? കോഴിക്കോട് ജില്ലയിൽ 13 നിയോജക മണ്ഡലങ്ങളിലും ശക്തമായ പോളിംഗ് ആണ്. ഈ പോളിംഗ് ഒരു വലിയൊരു ട്രെൻഡിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ വിലയിരുത്തുന്നത്. ഇരു മുന്നണികളും തങ്ങൾക്ക് അനുകൂലമായ ട്രെൻഡാണ് ഇത് എന്ന അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞു. അതിരാവിലെ മുതൽ തന്നെ ഒരു ശക്തമായ പോളിംഗ് വരുന്നു. ജനങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ നീണ്ട നിര, വോട്ടർമാരുടെ നീണ്ട നിര പോളിംഗ് ബൂത്തിന് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു. ജനങ്ങളെല്ലാം തന്നെ അതിരാവിലെ വോട്ട് ചെയ്യുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടു. സാധാരണ നിലയിൽ ഈ സമയത്ത് ഉണ്ടാകുന്ന ശതമാനത്തിനും അപ്പുറത്തേക്ക് ഈ സമയത്തെ ഈ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ സമയക്രമം പോകുന്നു. ഒരുപക്ഷെ അതിന്റെയൊക്കെ 2 കാര്യങ്ങളാവാം. ഒരുപക്ഷെ അത് ഈ ഇരുമുന്നണികളും അവകാശപ്പെടുന്നത് പോലെ ഏതെങ്കിലും ഒരു ട്രെൻഡിന്റെ സൂചനയാവാം. അതുമല്ലെങ്കിൽ കാലാവസ്ഥ വളരെ ശക്തമായ ചൂടാണ്. ഈ ചൂട്, അതായത് രാവിലെ തന്നെ പോയി വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ കനത്ത ചൂടിൽ ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക എന്ന ചിന്തയുമാവാം. ഈ 2-ൽ ഏതുമാവാം എന്നുള്ളതാണ്. കൃത്യമായ ഒരു ട്രെൻഡിന്റെ സൂചനയാണോ എന്നുള്ളത് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷേ
കനത്ത ഒരു പോളിംഗ് ശതമാനമാണ് എല്ലാ ബൂത്തുകളിലും കാണുന്നത്. പ്രമുഖരായിട്ടുള്ള വോട്ടർമാരൊക്കെ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുമ്പോൾ മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് കോഴിക്കോട് ജില്ലയിലെ മന്ത്രിമാരിൽ കോഴിക്കോട് ജില്ലയിൽ വോട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത്. അദ്ദേഹം ബീർപൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം രാവിലെ തന്നെ കോട്ടുളി AUP സ്കൂളിന്റെ ഭാഗം 1 അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. 40 മിനിറ്റോളം ക്യൂ നിന്നുകൊണ്ടാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. മറ്റൊന്ന് ഈ പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഫാത്തിമ തഹ്ലിയാണ് കോഴിക്കോട് നഗരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത്. അവരും ഇതുപോലെ സമാനമായ രീതിയിൽ അരമണിക്കൂറോളം ഈ നിരയിൽ നിൽക്കേണ്ടി വന്നു. കാരണം അത്രയധികം വോട്ടർമാരുടെ ഒരു നീണ്ട നിര എല്ലായിടങ്ങളിലും പ്രകടമാണ്. കോഴിക്കോട് ജില്ലയിലെ ഒരുവിധം സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് ചെയ്തു. ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള തിരുത്തിയാട് IHRD കോളേജിൽ അവിടെ വോട്ട് ചെയ്തു. ഒപ്പം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പാലശ്ശേരി നിയോജക മണ്ഡലത്തിലെ 218-ാം ബൂത്തായിട്ടുള്ള കാന്തപുരം ഗവൺമെന്റ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. എല്ലാവരും അത്തരത്തിൽ മന്ത്രി ആയിട്ടുള്ള ഒപ്പം LDF സ്ഥാനാർത്ഥി കൂടിയായ PA മുഹമ്മദ് റിയാസ് വോട്ട് ചെയ്ത ശേഷം പറഞ്ഞത് ഇത് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇത് വ്യക്തമാക്കുന്നത്. തുടർ ഭരണം ലഭിക്കും. ഒപ്പം തന്നെ PV അൻവറിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള PV അൻവറിനെതിരെ അദ്ദേഹം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. PV അൻവർ തുടർച്ചയായി ചട്ടലംഘനം നടത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു, പണാധിപത്യത്തിനും വ്യക്തിയധിക്ഷേപത്തിനും വേണ്ടിയാണ് PV അൻവർ ശ്രമിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയുടെ ഒപ്പമുള്ളവർക്കും തനിക്ക് വോട്ട് നൽകും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് അതിനു മുൻപായി തന്നെ രാവിലെ മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതി അംഗവും കൊടുവള്ളി MLA നിലവിൽ MLAയുമായിട്ടുള്ള ഡോക്ടർ MK മുനീർ വെസ്റ്റ് ഹിൽ സ്കൂളിൽ എത്തി, സെന്റ് മൈക്കിൾസ് സ്കൂളിലെത്തി കൃത്യം 7 മണിക്ക് തന്നെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹം പറയുന്നത് ഇത് UDFന് അനുകൂലമായ ഒരു തരംഗമാണ് ഈ ജനങ്ങളുടെ നീണ്ട നിര എന്നുള്ളതാണ്. അങ്ങനെ ഇരു മുന്നണികളും തങ്ങൾക്ക് അനുകൂലമാണ് എന്ന രീതിയിൽ ഒരു വാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കാണുന്നു. എന്തായാലും ഈ സമാനമായ സ്ഥിതി തുടരുകയാണെങ്കിൽ ഒരുപക്ഷെ ശക്തമായൊരു പോളിംഗ് ആയിരിക്കും ഇത്തവണ രേഖപ്പെടുത്തപ്പെടുക മലബാറിൽ നിന്ന് ഉൾപ്പെടെ. റിയാസ്, ഇനിയും വളരെ പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ അവർ വോട്ട് ചെയ്തോ ഇല്ലയോ എത്തിയോ എന്നുള്ളത് അറിയാനുണ്ട്. പ്രത്യേകിച്ചും അവിടെ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിട്ടാണെങ്കിൽ KK രമ, അതേപോലെ തന്നെ പാറക്കൽ അബ്ദുള്ള, ഒപ്പം TP രാമകൃഷ്ണൻ, CPMലെ ഫാത്തിമ തഹ്ലിയ വോട്ടിയെക്കുറിച്ച് റിയാസ് സൂചിപ്പിക്കുകയുണ്ടായി. ഒപ്പം ഇനി KM സച്ചിൻ ദേവിൻ്റെ, അതുപോലെ AK ശശീന്ദ്രൻ, അതേപോലെ തന്നെ അവിടെ മറ്റ് മണ്ഡലങ്ങളിൽ നോക്കുകയാണെങ്കിൽ തോട്ടത്തിൽ രവീന്ദ്രൻ, നവ്യ ഹരിദാസ്, അഹമ്മദ് ദേവർകോവിൽ, അങ്ങനെ PA മുഹമ്മദ് റിയാസ് വോട്ട് ചെയ്ത കാര്യം അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി റിയാസ്. അതേപോലെ PTA റഹീം, ലിൻഡോ ജോസഫ്, PK ഫിറോസ് കൊടുവള്ളിയിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി, അങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ഒപ്പം തന്നെ പ്രമുഖ വ്യക്തിത്വങ്ങളൊക്കെ വോട്ട് ചെയ്യാനിരിക്കുന്നതേയുള്ളൂ. ഇന്ന് വൈകിട്ട് വരെയും 6 മണി വരെയും വോട്ടെടുപ്പ് നടക്കും. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും വന്നു ചേരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ അക്രമ സംഭവങ്ങളോ ഒക്കെ മലബാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ റിയാസ് KMR? നിലവിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ശക്തമായ പോരാട്ടമാണ് മലബാറിനെ സംബന്ധിച്ച് ഇത്തവണ നടക്കുന്നത്. കനത്ത പോരാട്ടം എന്ന് തന്നെ പറയാം. കാരണം ഏകപക്ഷീയമായി കരുതുന്ന ഇടങ്ങളിൽ പോലും ഒരുപക്ഷെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ UDFനെ സംബന്ധിച്ച് ലീഗിനെ സംബന്ധിച്ചൊക്കെ ഏകപക്ഷീയമായ ഇടങ്ങൾ എന്ന് കരുതിപ്പോകുന്ന അല്ലെങ്കിൽ കുത്തക മണ്ഡലങ്ങൾ, CPMന്റെ കുത്തക മണ്ഡലങ്ങൾ അല്ലെങ്കിൽ ലീഗിന്റെ കുത്തക മണ്ഡലങ്ങളൊക്കെയായി കരുതിപ്പോകുന്ന ഇടങ്ങൾ, പ്രത്യേകിച്ച് കണ്ണൂരിലായാലും മലപ്പുറത്തായാലും ശക്തമായ പോരാട്ടം നടക്കുന്ന ഇടങ്ങൾ ഉണ്ടാകുന്നു എന്ന പ്രത്യേകതയാണ് ഇത്തവണത്തെ ഒരു വോട്ടെടുപ്പിന്റെ ഒരു പ്രത്യേകതയെ നമുക്ക് പറയാൻ പറ്റുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടുന്ന ചില ഇടങ്ങളുണ്ട്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഞ്ചേശ്വരമാണ് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ഇടം എന്ന് പറയുന്നത്. അവിടെ 3 മുന്നണികളും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് കാസർഗോഡാണ്. കാസർഗോഡും 3 മുന്നണികളും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ഇടമാണ്. അതിൽ തന്നെ BJPയെ സംബന്ധിച്ച് അവർ കേരളത്തിൽ അവരുടെ നില മെച്ചപ്പെടുത്തുമെന്ന് കരുതുന്ന ഒരു മണ്ഡലം മഞ്ചേശ്വരമാണ്. അവിടെ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് UDFിലെ AK മഷറഫാണ്. അദ്ദേഹം തന്നെയാണ് UDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി അവിടെ K സുരേന്ദ്രൻ മത്സരിക്കുന്നു. കാസർഗോഡേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ LDFും UDFും ഒപ്പം തന്നെ NDAയും ഒരുപോലെ തുല്യ രീതിയിൽ അവിടെ പോരാട്ടം നടത്തുന്നു. അവിടെ UDFന്റെ ആണ് സിറ്റിംഗ് MLA ഉണ്ടായിരുന്നത്, എന്നെ നിൽക്കുന്നതാണ്. അദ്ദേഹം ഇത്തവണ മത്സരിച്ചില്ല. പകരം കല്ലട്ര മായിൻ ഹാജി എന്ന ലീഗിന്റെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അദ്ദേഹമാണ് ഇത്തവണ അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. ഒപ്പം
ഈ LDF സ്ഥാനാർത്ഥി ഷാനവാസ് പാദൂർ എന്ന് പറയുന്ന അവിടെ പൊതുവെ ജനകീയനായിട്ട് പൊതുപ്രവർത്തന രംഗത്തൊക്കെ സജീവമായിരുന്ന ഒരു വ്യക്തിത്വമാണ് LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. NDA സ്ഥാനാർത്ഥിയായി BJPയുടെ കാസർഗോഡ് ജില്ലാ അധ്യക്ഷയായിട്ടുള്ള വനിതയായിട്ടുള്ള ML അശ്വിനി മത്സരിക്കുന്നു. മറ്റൊന്ന്, കാസർഗോഡ് ഇത്തവണ ഒതുമ തിരിച്ചു പിടിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നുണ്ട്. അവിടെ ഒരു ശക്തമായൊരു ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലമാണ്. തൃക്കരിപ്പൂരാണ് പിന്നീട്, അതായത് ഇടതുപക്ഷത്തിന് ഉറച്ച ഇടമാണ് തൃക്കരിപ്പൂർ. പക്ഷേ അവിടെ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ വരുന്നതോടുകൂടി അവിടെ ഒരു ശക്തമായൊരു പോരാട്ടം ഉണ്ടാകുന്നു. ഒപ്പം അവിടെ LDF സ്ഥാനാർത്ഥി VPP മുസ്തഫയാണ്. ഈ CPM-ന്റെ മുതിർന്ന നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു ശക്തമായൊരു പോരാട്ടം ഇവിടെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നടക്കുന്നു. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചെടുത്ത് പറഞ്ഞാൽ ഇടത് കോട്ടയായിട്ടുള്ള പയ്യന്നൂരും തളിപ്പറമ്പും ഉൾപ്പെടെ ശക്തമായ മത്സരങ്ങൾ നടക്കുന്നു. വിമതരുടെ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ വലിയൊരു തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് LDF-നെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും ഒരുപോലെ തലവേദന സൃഷ്ടിക്കുന്നത് തളിപ്പറമ്പിലാണ്. അവിടെ വിമത സാന്നിധ്യം എന്ന് പറയുന്നത് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന പിന്നീട് പാർട്ടി പുറത്താക്കിയിട്ടുള്ള TK ഗോവിന്ദൻ മാസ്റ്ററാണ് UDF-ന്റെ സ്ഥാനാർത്ഥി. സ്വതന്ത്ര ചിഹ്നത്തിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള PK ശ്യാമൾ ടീച്ചർ, മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയാണ്, കേന്ദ്ര നേതാവൊക്കെയാണ് PK ശ്യാമൾ ടീച്ചർ. അവർക്കെതിരെ മത്സരിക്കുന്നു. അവർക്ക് സീറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നത്തിലാണ് TK ഗോവിന്ദൻ മാസ്റ്റർ CPI വിട്ട് പിന്നീട് UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതോടുകൂടി UDF-ന് ഒരു സ്ഥാനാർത്ഥി ഇല്ല, ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി ഇല്ല. പകരം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് UDF പിന്തുണ കൊടുക്കുന്നു എന്നതിൽ പ്രതിഷേധിച്ച് DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന കൊയ്യം ജനാർദ്ദനൻ പാർട്ടി വിട്ട് അദ്ദേഹം അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അങ്ങനെ തളിപ്പറമ്പിൽ ഒരു ശക്തമായൊരു പോര് അവിടെ നടക്കുന്നു. ഇരു മുന്നണികളെ LDF-നെയും UDF-നെയും സംബന്ധിച്ച് വിമത ശല്യം വലിയൊരു തലവേദനയാകുന്നത് തളിപ്പറമ്പിലാണ്. മറ്റൊന്ന് പയ്യന്നൂരാണ്. LDF-നെ സംബന്ധിച്ച് V കുഞ്ഞികൃഷ്ണൻ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിവാദം ഉയർത്തി അദ്ദേഹം പാർട്ടിയിൽ ഉന്നയിക്കുന്നു. പാർട്ടിക്ക് പുറത്ത് ഉന്നയിക്കുന്നതോടുകൂടി അദ്ദേഹത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ V കുഞ്ഞികൃഷ്ണൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. RSP അതിനെ പിന്തുണയ്ക്കുന്നു. അതിലൂടെ UDF-ന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി V കുഞ്ഞികൃഷ്ണൻ മാറുന്നു. അവിടെ സിറ്റിംഗ് MLA TI മധുസൂദനാണ് LDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അവിടെയും ശക്തമായൊരു പോരാട്ടം നടക്കുന്ന ഇടമാണ്. മറ്റൊന്ന് പേരാവൂരാണ്. പേരാവൂർ എന്ന് പറയുന്നത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സിറ്റിംഗ് MLA നിൽക്കുന്ന മണ്ഡലത്തിൽ ഒരു ശക്തിയായ കരുത്തിയായ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് LDF ശക്തമായ മത്സരം, ഒരു അട്ടിമറി പ്രതീതി ഉൾപ്പെടെ സൃഷ്ടിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അവരുടെ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ കൊണ്ടുവരുന്നു. അവിടെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള പേരാവൂരിന്റെ കൂടി മുൻ MLA കൂടിയായിട്ടുള്ള മുൻ ആരോഗ്യമന്ത്രിയായിട്ടുള്ള KK ശൈലജ ടീച്ചറെ അവിടെ സണ്ണി ജോസഫിനെതിരെ മത്സരിക്കുന്നു. സണ്ണി ജോസഫിന് മറ്റെവിടെയും പോകാനാവാത്ത വിധം മണ്ഡലത്തിൽ തിളച്ചിടപ്പെടുന്ന ഒരു സാഹചര്യം ഈ KK ശൈലജ ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ CPM-ന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റൊന്ന് കണ്ണൂരിലാണ് ശക്തമായൊരു പോരാട്ടം നടക്കുന്നത്. കണ്ണൂർ ജില്ലയുടെ ഭാഗമായിട്ടുള്ള കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ 2 തവണ അത് UDF-ന്റെ ഒരു ശക്തമായ ഇടമാണെങ്കിൽ കൂടിയും 2 തവണ കടന്നപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു ജനകീയതയിലൂടെ, ഒപ്പം തന്നെ കോൺഗ്രസിനകത്തെ ചില പടലപ്പിടക്കങ്ങളുടെ ആനുകൂല്യങ്ങൾ, ഒപ്പം കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളൊക്കെ ആനുകൂല്യമാക്കിക്കൊണ്ട് കടന്നപ്പള്ളി രാമചന്ദ്രൻ നേടിയെടുത്ത ഒരു മണ്ഡലം ഇത്തവണ അവിടെ കണ്ണൂരിന്റെ മുൻ മേയറായിട്ടുള്ള TO മോഹനെ നിർത്തിക്കൊണ്ട് അത് തിരിച്ചു പിടിക്കണം എന്ന ഒരു വ്യഗ്രതയിൽ അവിടെ മത്സരിക്കുന്നു. UDF LDF-ന്റെ സ്ഥാനാർത്ഥി കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെ മത്സരിക്കുന്നു. അങ്ങനെ ശക്തമായ പോരാട്ടങ്ങൾ നടക്കുന്ന ഇടം കണ്ണൂർ ജില്ലയിൽ, അതായത് ഇടതിന്റെ ഒരു ഉറച്ച കോട്ടകൾ എന്ന് പറയുന്ന ഇടങ്ങളിൽ ഉണ്ടാകുമ്പോൾ മലപ്പുറത്തേക്ക് വരുമ്പോൾ ലീഗിന്റെ ഉറച്ച കോട്ടകൾ എന്ന് കരുതപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് വേങ്ങര നിയോജക മണ്ഡലത്തിൽ വേങ്ങരയിൽ നിന്നും PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തേക്ക് മാറുന്നു. സിറ്റിംഗ് MLA PK കുഞ്ഞാലിക്കുട്ടിയാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി. അവിടെ പകരം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും അഴീക്കോടിന്റെ മുൻ MLA-യുമായിരുന്ന KM ഷാജിയെ വേങ്ങരയിൽ UDF മത്സരിപ്പിക്കുന്നു ലീഗ് സ്ഥാനാർത്ഥിയായി. അവിടെ മത്സരിക്കുന്നത് സബാഹാണ്. സബാഹ് ആണ് LDF സ്ഥാനാർത്ഥിയായി പിന്തുണയോടുകൂടി സ്വതന്ത്രനായി അവിടെ മത്സരിക്കുന്നത്. സബാഹ് വേങ്ങരയിൽ വലിയ ഒരു പൊതുപ്രവർത്തന രംഗത്ത് സാമൂഹ്യ പ്രവർത്തകനായിരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ ചില സ്റ്റേജ് ഷോയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചപ്പോൾ വലിയൊരു ആൾക്കൂട്ടത്തെ അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അതിന് PK കുഞ്ഞാലിക്കുട്ടി നൽകിയ മറുപടി, പാട്ടുകച്ചേരിക്ക് ചിലപ്പോൾ ആൾക്കൂട്ടം ഉണ്ടാകാം, പക്ഷെ അത് വോട്ടാകണമെന്നില്ല എന്നുള്ളതാണ്. എങ്കിൽ കൂടിയും ലീഗിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന രീതിയിലേക്ക് അവിടെയും, അതായത് ഒരേ സമയം കണ്ണൂരിലെ ഇടതുകോട്ടകളിലും മലപ്പുറത്തെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലും ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് നമുക്ക് ഇതിനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പിന്നീട് മറ്റൊന്ന് തിരൂരാണ്. തിരൂർ എന്ന് പറയുന്നത് കുറുക്കോളി മൊയ്തീൻ എന്ന് പറയുന്ന സിറ്റിംഗ് MLA തന്നെ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കും
മത്സരിക്കുന്ന ഇടമാണ്. അവിടേക്ക് അവസാന നിമിഷം വി അബ്ദുറഹ്മാൻ താനൂരിൽ നിന്നും മണ്ഡലം മാറി. വി അബ്ദുറഹ്മാൻ തിരൂർക്കാരൻ കൂടിയാണ് മന്ത്രി. അദ്ദേഹം ഇത്തവണ LDF സ്ഥാനാർത്ഥിയായി CPM-ന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ അവിടെ ശക്തമായൊരു പോരാട്ടം നടക്കുന്നു. താനൂർ 2 തവണ UDF-ൽ നിന്ന് പിടിച്ചെടുത്തതുപോലെ ഇത്തവണ തിരൂർ പിടിച്ചെടുക്കുമെന്നുള്ള ഒരു അവകാശവാദം അദ്ദേഹം ഉന്നയിക്കുന്നു. അങ്ങനെ ഒരു ശക്തമായൊരു പോരാട്ടം അവിടെ നടക്കുന്നു. മറ്റൊന്ന് തവനൂരാണ്. KT ജലീൽ തുടർച്ചയായി വിജയിച്ചു വരുന്ന ഒരു ഇടം. ആ തവനൂർ മണ്ഡലം ഇത്തവണ VS ജോയി എന്ന് പറയുന്ന DCC അധ്യക്ഷൻ, കേരളത്തിലെ തന്നെ കോൺഗ്രസിന്റെ ശക്തരായ DCC അധ്യക്ഷരിൽ ഒരാളായി വ്യാഖ്യാനിക്കപ്പെടുന്ന VS ജോയി, ആ VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഇത്തവണ തവനൂർ പിടിച്ചെടുക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വം, UDF നേതൃത്വം അവകാശപ്പെടുന്നു. ഒപ്പം 2 തവണ നഷ്ടപ്പെട്ട താനൂർ PK നവാസ് എന്ന് പറയുന്ന MSF-ന്റെ സംസ്ഥാന അധ്യക്ഷനിലൂടെ തിരിച്ചുപിടിക്കുമെന്ന് ലീഗ് നേതൃത്വം അവകാശപ്പെടുന്നു. അങ്ങനെ ഒരു ശക്തമായ പോര് കണ്ണൂരിലെയും മലപ്പുറത്തെയും പാർട്ടി കോട്ടകൾ എന്ന് പറയുന്ന രീതിയിലേക്ക്, അതായത് CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ, മലപ്പുറത്തെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒരു ശക്തമായൊരു പോരാട്ടം നടക്കുന്നു. അതിന് ആർക്കൊപ്പമായിരിക്കും ജനങ്ങളെന്ന് ഒരിക്കലും നമുക്ക് പ്രവചിക്കാനാവാത്ത ഒരു സാഹചര്യം. അത്രയും ശക്തമായ ഒരു പോളിംഗ് ഇവിടെ രാവിലെ മുതൽ ഇത്തരം മണ്ഡലങ്ങളിലെ കേന്ദ്രങ്ങളിൽ കാണുന്നു എന്നുള്ളത് ഇത് ആർക്ക് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് ആയിരിക്കും എന്നുള്ളത്. വയനാടിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വയനാട്ടിൽ ശക്തമായ മത്സരം നടക്കുന്ന 3 മണ്ഡലങ്ങൾ, വയനാട്ടിലെ 3 മണ്ഡലങ്ങളും കനത്ത ഒരു മത്സരം എന്നുള്ളത് തന്നെയാണ്. കൽപ്പറ്റയിൽ ഇത്തവണ ടി സിദ്ദിഖിനെതിരെ RJD-യുടെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നത്. കോൺഗ്രസ് വിട്ടു വന്ന യുവമുഖമായിട്ടുള്ള RJD-യിലേക്ക് വന്ന PK അനിൽകുമാറാണ് അവിടെ ടി സിദ്ദിഖിനെതിരെ മത്സരിക്കുന്നത്. അത് വലിയൊരു ശക്തമായൊരു പോരാട്ടത്തിന്റെ പ്രതി അവിടെ നിൽക്കുന്നു. കൽപ്പറ്റയിലെ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ ദുരന്തം സംബന്ധിച്ച അവിടെ വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, വിഷയങ്ങൾ, അതൊക്കെ വലിയ ചർച്ചയാവുന്നു തെരഞ്ഞെടുപ്പിൽ. ആർക്കൊപ്പമായിരിക്കും ഈ കൽപ്പറ്റയിലെ മനുഷ്യർ നിൽക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് കൽപ്പറ്റയിലും ശക്തമായ പോരാട്ടമാണ്. ബത്തേരിയെ സംബന്ധിച്ച് പറയുമ്പോൾ ബത്തേരിയിൽ സിറ്റിംഗ് MLA കോൺഗ്രസിൽ IC ബാലകൃഷ്ണനാണ്. IC ബാലകൃഷ്ണൻ അവിടെ DCC അധ്യക്ഷനായിരിക്കുമ്പോഴാണ് DCC ട്രഷററായിട്ടുള്ള NM വിജയന്റെ ഒരു മരണം. പിന്നീട് അത് ഈ IC ബാലകൃഷ്ണനെതിരെ ഉൾപ്പെടെ ആരോപണങ്ങൾ ഉയരുന്ന ആക്ഷേപങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ മത്സരിക്കുന്നത് നേരത്തെ കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി IC ബാലകൃഷ്ണനെതിരെ മത്സരിച്ച വിശ്വനാഥൻ തന്നെയാണ് ഇത്തവണയും IC ബാലകൃഷ്ണനെതിരെ മത്സരിക്കുന്നത്. അതുകൊണ്ട് എത്തരത്തിലായിരിക്കും അവിടുത്തെ സാഹചര്യമെന്ന് പ്രവചിക്കാൻ വയ്യാത്തൊരു സാഹചര്യമാണ്. മറ്റൊന്ന് മാനന്തവാടിയാണ്. മാനന്തവാടി OR കേളുവിലൂടെ LDF തിരിച്ചുപിടിച്ച മണ്ഡലമാണ്. പക്ഷേ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ UDF-ന് അനുകൂലമായ ഒരു തരംഗം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഉഷാ വിജയൻ എന്ന് പറയുന്ന മണ്ഡലത്തിലുടനീളം വലിയ വ്യക്തിബന്ധമുള്ള ഒരാളാണ് ഇത്തവണ UDF-ന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ OR കേളുവിന്റെ സാധ്യതകളും ഒക്കെ അവിടെ ശക്തമായൊരു മത്സരം നടക്കുന്നു എന്ന് നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. അതിനു പുറമെയാണ് കോഴിക്കോട് ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങൾ. ആ കോഴിക്കോട് ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, സാധാരണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും മിക്കപ്പോഴും കോഴിക്കോട് അല്ലെങ്കിൽ വടകര ചിലപ്പോഴൊക്കെ ഇടതുപക്ഷത്തെ പിന്തുണച്ചിട്ടുണ്ടെങ്കിലും കോഴിക്കോട് MK രാഘവൻ എന്ന് പറയുന്ന വ്യക്തി വന്നത് മുതൽ കോഴിക്കോട് പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി UDF ജയിക്കുന്ന ഒരു ഇടമാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. വടകരയിൽ പിന്നീട് മുല്ലപ്പള്ളി മുതൽ ഇങ്ങോട്ടേക്ക് ശക്തമായ രീതിയിൽ വടകര UDF-നൊപ്പം നിൽക്കുന്നു. 2009 ശേഷം TP ചന്ദ്രശേഖരന്റെ വധവുമായി ബന്ധപ്പെട്ട സംഭവത്തിന് ശേഷം തുടർച്ചയായി UDF-നൊപ്പം നിൽക്കുന്ന ഒരു ഇടമായി വടകര ലോക്സഭാ മണ്ഡലവും മാറിയിട്ടുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ അതായിരുന്നില്ല സ്ഥിതി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായി CPM തിരിച്ചു വരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM ശക്തമായി തിരിച്ചു വരുന്ന കാഴ്ചകളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ ട്രെൻഡ് മാറി UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം കോഴിക്കോട് ജില്ലയിൽ കണ്ടു. കോഴിക്കോട് ജില്ലയിലെ വർഷങ്ങളായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്തുകൾ UDF പിടിച്ചെടുക്കുന്ന കാഴ്ച കണ്ടു. ജില്ലാ പഞ്ചായത്ത് ഭരണം ചരിത്രത്തിൽ ആദ്യമായി UDF നേടുന്നത് കണ്ടു. പക്ഷെ അപ്പോൾ പോലും ചെറിയ ചില സീറ്റുകളുടെ വ്യത്യാസത്തിലൊക്കെയാണ് പഞ്ചായത്തുകളൊക്കെ പിടിക്കുന്നത് എന്നുള്ളത് ഒരു കൃത്യമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് എങ്ങോട്ട് ചായുമെന്ന് പ്രവചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പക്ഷേ UDF-ഉം വലിയ ആത്മവിശ്വാസത്തിലാണ്, LDF-ഉം ഒരുപോലെ ആത്മവിശ്വാസത്തിലാണ്. ഇരു മുന്നണികളും ഒരുപോലെ 13-ൽ 13 എന്ന് പറയുമ്പോൾ BJP 5 സീറ്റുകൾ വരെ നേടുമെന്ന് അവകാശപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കോഴിക്കോട് നോർത്ത് ആണ് ഒരു ശക്തമായൊരു ത്രികോണ പോരിന്റെ പ്രതീതിയുള്ള ഒരു ഇടം എന്ന് പറയുന്നത്. കോഴിക്കോട് നോർത്ത് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത് LDF-ന് വേണ്ടി സിറ്റിംഗ് MLA തോട്ടത്തിൽ രവീന്ദ്രനാണ്. അവിടെ UDF-ന് വേണ്ടി മത്സരിക്കുന്നത് KPCC-യുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്താണ്. അവിടെ NDA-ക്ക് വേണ്ടി മത്സരിക്കുന്നത് മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ടുള്ള
നവ്യ ഹരിദാസാണ്. ഈ 3 പേർക്കും ഈ നോർത്ത് മണ്ഡലത്തിൽ വർഷങ്ങളായി വലിയ വ്യക്തിബന്ധങ്ങളുള്ള വ്യക്തികൾ ഏറ്റുമുട്ടുമ്പോൾ ഏത് വോട്ട് എങ്ങോട്ടേക്ക് ചായും, ആര് കൂടുതൽ വോട്ട് പിടിക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി ഉയരുന്നു. മറ്റൊന്ന്, ത്രികോണപ്പോരിന്റെ ഒരു പ്രതീതി നടക്കുന്നത് കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലാണ്. അവിടെയും ഒരു ത്രികോണപ്പോര് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ അതിനൊരു പ്രതീതി സൃഷ്ടിക്കാൻ ഇത്തവണത്തെ പ്രചരണ രംഗത്ത് 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും സാധിച്ചിട്ടുണ്ട്. അവിടെ അഹമ്മദ് ദേവർകോവിലാണ് സിറ്റിംഗ് MLA. കഴിഞ്ഞ തവണ UDFന്റെ ഈ ഉറച്ച മണ്ഡലമായിട്ടുള്ള കോഴിക്കോട് സൗത്ത് അഹമ്മദ് ദേവർകോവിൽ അന്ന് ലീഗിന്റെ വനിതാ സ്ഥാനാർത്ഥിയായിരുന്ന വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം സമീപകാലത്ത് രാജിവെച്ച് പ്രതിഷേധിച്ച് പുറത്തിറങ്ങി വന്ന അഡ്വക്കേറ്റ് നൂർബിന റഷീദായിരുന്നു അന്ന് UDFന് സ്ഥാനാർത്ഥി. ആ നൂർബിന റഷീദിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീട് അഹമ്മദ് ദേവർകോവിൽ MLA ആകുന്നു. കന്നി പോരാട്ടത്തിൽ അദ്ദേഹം MLA ആകുന്നു. MLA ആയ ഉടനെ അദ്ദേഹം മന്ത്രിയാകുന്നു. 2.5 വർഷം മന്ത്രിയായി അദ്ദേഹം തുറമുഖ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയായി കഴിയുന്ന ഒരു കാലം നമ്മൾ കണ്ടതാണ്. ആ അഹമ്മദ് ദേവർകോവിലാണ് ഇത്തവണ LDFന്റെ സ്ഥാനാർത്ഥിയായി ഈ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. UDF ഇറക്കിയിരിക്കുന്നത് അവരുടെ യുവ മുഖമായിട്ടുള്ള വാഗ്മിയായിട്ടുള്ള യൂത്ത് ലീഗിന്റെ ദേശീയ നേതാവായിട്ടുള്ള ഫൈസൽ ബാബുവിനെയാണ്. അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. അപ്പോൾ NDA അവിടെ ഇറക്കിയിരിക്കുന്നത് മത്സരിച്ച ഇടങ്ങളിലെല്ലാം അട്ടിമറിച്ച പാരമ്പര്യമുള്ള ടി റനീഷ് എന്ന് പറയുന്ന ഇപ്പോൾ കോഴിക്കോട് സിറ്റി ജില്ലാ BJPയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള യുവമോർച്ചയുടെ മുൻ നേതാവായിട്ടുള്ള ടി റനീഷ് ആണ്. ടി റനീഷ് ആണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് മുൻ മേയറായിട്ടുള്ള കഴിഞ്ഞ തവണത്തെ മേയറായിരുന്ന ബീന ഫിലിപ്പിന്റെ സ്വന്തം തട്ടകമായിട്ടുള്ള പൊറ്റമൽ പിടിച്ചെടുത്തത്. അതിനു മുൻപ് പുതിയറ എന്ന് പറയുന്ന ഒരു LDFന്റെ ഉറച്ച ഒരു സീറ്റ് ഡിവിഷൻ അതിനു മുൻപത്തെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിയിലൂടെ പിടിച്ചെടുത്തത്. അങ്ങനെ മത്സരിച്ചപ്പോഴൊക്കെ അട്ടിമറി നടത്തിയ ടി റനീഷ് കോഴിക്കോട് സൗത്തിൽ മത്സരിക്കുമ്പോൾ ഇത്തവണ കൂടുതൽ ഇടങ്ങളിലേക്ക് അവരുടെ പ്രചരണം എത്തിക്കാൻ BJPക്കും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ ഒരു ത്രികോണ പോര LDFും UDFും തമ്മിലാണ് നേരിട്ട് മത്സരമെങ്കിൽ കൂടിയും ത്രികോണ പോരിന്റെ പ്രതീതി സൃഷ്ടിക്കാൻ സൗത്ത് നിയോജക മണ്ഡലത്തിൽ സാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് നോർത്തിനെയും സൗത്തിനെയും സംബന്ധിച്ച് BJP സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകളായിരിക്കും ആരുടെ വിജയമായിരിക്കും നിർണ്ണയിക്കുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു വിലയിരുത്തലായി, രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു വിലയിരുത്തലായി നമുക്ക് പറയാൻ കഴിയും. മറ്റൊന്ന് കൊയിലാണ്ടിയാണ് കനത്ത പോരാട്ടം. LDFും UDFും നേരിട്ടുള്ള പോരാട്ടം നടത്തുന്ന ഒരു ഇടമെന്ന് പറയുന്നത്. അവിടെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് മുൻ MLA കൂടിയായിട്ടുള്ള ദാസനാണ്. കെ ദാസനാണ് അവിടെ മത്സരിക്കുന്നത്. അദ്ദേഹം ജനകീയമായ ഇടപെടൽ നടത്തി ശ്രദ്ധേയമായിരുന്നു. കൊയിലാണ്ടി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് DCC അധ്യക്ഷനായ K പ്രവീൺകുമാറാണ്. പ്രവീൺകുമാർ കഴിഞ്ഞ 1.5 വർഷത്തിലധികമായി കഴിഞ്ഞ ഏതാനും നാളുകളായി തുടർച്ചയായി കൊയിലാണ്ടി മണ്ഡലം കേന്ദ്രീകരിച്ചു തന്നെ പ്രവർത്തനം നടത്തി. അവിടെ SIR ഉൾപ്പെടെയുള്ള പ്രക്രിയകളിൽ അദ്ദേഹം വളരെ സജീവമായി കൃത്യമായി വോട്ട് ചേർക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി. അതിന്റെ ഒരു ഫലം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വലിയ നേട്ടം കൊയിലാണ്ടി നിയോജക മണ്ഡലത്തിൽ UDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ നേരെ എതിരായി നിൽക്കുന്നത് LDFന്റെ ജനകീയനായ MLA ആയിരുന്ന K ദാസനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഫലം പ്രവചനാതീതമാകുന്ന രീതിയിലാണ്. അവിടെയും ശക്തമായ ഒരു പോളിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നീട് ബാലുശ്ശേരിയാണ്. ബാലുശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാർ എന്ന് തന്നെ പറയാം. ഏറ്റവും നമുക്ക് പറയാം രാഷ്ട്രീയത്തിന്റെ കൗമാരമാണ് 30കൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെ നോക്കിയാൽ രാഷ്ട്രീയ കൗമാരമുള്ള 2 യുവ സ്ഥാനാർത്ഥികൾ 30 വയസ്സ് മാത്രമുള്ള VT സൂരജ് എന്ന് പറയുന്ന KSUവിന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സമരങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾ അവിടെ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് സിറ്റിംഗ് MLA ആയിട്ടുള്ള SFIയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് KM സഞ്ജിത് ദേവാണ്. 2 സമരങ്ങളിലൂടെ കടന്നു വന്ന 2 വിദ്യാർത്ഥി നേതാക്കളായിരുന്ന 2 ചെറുപ്പക്കാർ, ചെറിയ 30-34 വയസ്സ് മാത്രമുള്ള ചെറിയ ചെറുപ്പക്കാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുമ്പോൾ ആർക്കൊപ്പമായിരിക്കും വിജയമെന്ന് പ്രവചിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. ബാലുശ്ശേരി തുടർച്ചയായി ഇടതുപക്ഷം മാത്രം ജയിച്ചു വരുന്ന ഒരു ഇടമാണ്. ഒരു തവണ മാത്രമാണ് അവിടെ UDFന്, അതും AC ഷൺമുഖദാസിലൂടെ മാത്രമാണ് UDFന് ഒരേ ഒരു തവണ ബാലുശ്ശേരി പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. അത് 70 കാലഘട്ടങ്ങളിലാണ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരിക്കൽ പോലും, അതിനു മുൻപ് പോലും ബാലുശ്ശേരി നിയോജക മണ്ഡലം UDFനൊപ്പം നിന്നിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പരിശോധിക്കുമ്പോൾ 1000-ലേറെ വോട്ടുകൾക്ക് UDF ആണ് മുൻപിലുള്ളത് എന്നുള്ളതും ഇത്തവണത്തെ ട്രെൻഡ് ആർക്കൊപ്പമായിരിക്കും എന്നുള്ളതുമെല്ലാം തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ബാലുശ്ശേരിയെ സംബന്ധിച്ച് കുന്നമംഗലമാണ് മറ്റൊരു ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലം. തുടർച്ചയായി 4ാം തവണയും അവിടെ LDFന് വേണ്ടി ജനവിധി തേടുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MLA ആയിട്ടുള്ള PTA റഹീമാണ്. ഒപ്പം തന്നെ UDFന് വേണ്ടി അവിടെ മത്സരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ഈ CH സെന്ററുകളിലൂടെയൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനായിട്ടുള്ള MA റസാഖ് മാസ്റ്ററാണ് അവിടെ മത്സരിക്കുന്നത്. അവിടെ കുന്നമംഗലത്ത് BJPയുടെ സ്ഥാനാർത്ഥിയായി മുൻ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള അഡ്വക്കേറ്റ് VK സജീവൻ, BJPയുടെ സംസ്ഥാന സെൽ കൺവീനർ അവിടെ മത്സരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ശക്തമായ ഒരു പോരാട്ടം കുന്നമംഗലത്ത് നടക്കുന്നു. കൊടുവള്ളിയിലും ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കൊടുവള്ളി കാരാട്ട് റസാഖിലൂടെ ഒരു തവണ LDF പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ
നമുക്ക് കാണാതിരിക്കാൻ വയ്യ. കാരണം കൊടുവള്ളി ലീഗിന്റെ കോട്ടയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാമെങ്കിലും ശക്തമായ പോരാട്ടം നടക്കുന്ന ഇടമാണ്. സലീം മടവൂർ എന്ന് പറയുന്ന RJD നേതാവ്, RJDയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സലീം മടവൂരാണ് ഇത്തവണ അവിടെ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. LDFന് സ്വതന്ത്രനായി മത്സരിക്കുന്നു. RJDയുടെ ചിഹ്നത്തിലല്ല, സ്വതന്ത്ര ചിഹ്നമായ ബക്കറ്റിൽ അദ്ദേഹം മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സുന്നി സമുദായത്തിനിടയിൽ ഏറെ സ്വാധീനമുള്ള ഇരുവിഭാഗം സമസ്തകൾക്കിടയിലും ഏറെ സ്വാധീനമുള്ള ഒരു നേതാവാണ് ഈ സലീം മടവൂർ എന്ന് പറയുന്നത്. എന്നാൽ അവിടെ ലീഗിന്റെ സിറ്റിംഗ് സീറ്റാണ് കൊടുവള്ളി. കഴിഞ്ഞ തവണ ഈ കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റിൽ 11 LDF നേടിയപ്പോൾ UDFന്റെ മാനം കാത്ത ഒരു മണ്ഡലം എന്ന് പറയുന്നത് MK മുനീർ മത്സരിച്ചിരുന്ന കൊടുവള്ളിയും KK രമ മത്സരിച്ചിരുന്ന വടകരയുമാണ്. അതുകൊണ്ട് തന്നെ ഈ തവണ കൊടുവള്ളിയിൽ UDF സ്ഥാനാർത്ഥിയെ നിൽക്കുന്നത് MK മുനീറിന്റെ പിൻഗാമിയെ അവിടെ മത്സരിക്കുന്നത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് ആണ്. PK ഫിറോസ് കേരളത്തിലെ യുവ രാഷ്ട്രീയക്കാരിലേറെ ശ്രദ്ധേയനായ ഒരു നേതാവാണ്. പക്ഷെ അവിടെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. അവിടെ ഈ സമസ്ത പോലുള്ള സംഘടനകളുടെ വോട്ട് ഏറെ നിർണായകമായൊരു സാഹചര്യമുണ്ട്. PK ഫിറോസിനോടും സമസ്തയ്ക്ക് വലിയ എതിർപ്പൊന്നുമില്ല, മമതയുള്ള ഒരാൾ തന്നെയാണ്. പക്ഷേ ശക്തമായ ഒരു സുന്നി പിന്തുണയുള്ള ഒരു വ്യക്തി അവിടെ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ഇപ്പുറത്തും മുസ്ലിം ലീഗിന്റെ ഒരു കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയെ PK ഫിറോസ് മത്സരിക്കുമ്പോൾ അവിടെയും ആർക്കൊപ്പമായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു സാഹചര്യമാണ്. അത് എന്തായാലും അത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് തിരുവമ്പാടിയാണ്. തിരുവമ്പാടി എന്ന് പറയുന്നത് പ്രാദേശിക രംഗത്ത് ജനകീയരായ രണ്ട് ജനകീയർ തമ്മിലുള്ള പോരാട്ടമാണ് തിരുവമ്പാടിയിൽ നടക്കുന്നത് എന്ന് ഒരു മടിയും കൂടാതെ നമുക്ക് പറയാൻ കഴിയും. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ലിൻഡോ ജോസഫ് അവിടെ പ്രാദേശിക തലത്തിൽ ജനകീയരായി ഉയർന്നു വന്ന ഒരു യുവജന നേതാവാണ്. അദ്ദേഹം പിന്നീട് MLA ആകുന്ന ഒരു സാഹചര്യം പൊടുന്നനെ ഒരു DYFയുടെ ബ്ലോക്ക് നേതാവിൽ നിന്നും ഒരു MLAയിലേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണ്. തിരുവമ്പാടി പലപ്പോഴും UDFന് അനുകൂലമായി നിൽക്കുന്ന ഒരു മണ്ണാണ്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളായാലും. പക്ഷെ ലിൻഡോയുടെ വ്യക്തിപരമായ ഒരു സ്വാധീനത്തിലൂടെ നേടിയെടുത്ത ഒരു മണ്ഡലമാണ്. അതേ സ്ഥലത്താണ് സമാനമായ രീതിയിൽ ഒരു ജനകീയ മുഖമുള്ള CK കാസിം എന്ന് പറയുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവാണ് ഇത്തവണ അവിടെ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയും നമുക്ക് പ്രവചനാതീതമാവുകയാണ് തിരുവമ്പാടി എന്ന് പറയുന്നത് ഇത്തവണ. അതുകൊണ്ട് തന്നെ കനത്ത പോളിംഗ് ആണ് തിരുവമ്പാടിയിലെ ഓരോ പോളിംഗ് ബൂത്തുകളിലും ഉള്ളത് എന്നുള്ളതും നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ നമ്മൾ കുന്നമംഗലവും തിരുവമ്പാടിയും കൊടുവള്ളിയും ഒപ്പം തന്നെ ബാലുശ്ശേരിയും പരിശോധിക്കുന്നത് പോലെ തന്നെ ജില്ലയുടെ അതിർത്തിയായിട്ടുള്ള നാദാപുരത്ത് അത് CPIയുടെ സ്ഥിരമായി CPI സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. മുമ്പ് LDFന്റെ ഒരു കുത്തകയാണ്. കാരണം ഇതുവരെ UDF അവിടെ വിജയിച്ചിട്ടില്ല. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്, ഒപ്പം ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് UDFന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് അവിടെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അവിടെ ഇത്തവണ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് KM അഭിജിത്ത് എന്ന് പറയുന്ന KSUവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ബേബി ആയിട്ടുള്ള സ്ഥാനാർത്ഥിയായിരുന്ന ഇത്തവണ ഏകദേശം 33 വയസ്സാണ് KM അഭിജിത്തിന്റേത്. അഭിജിത്ത് അവിടെ മത്സരിക്കുന്നു UDF സ്ഥാനാർത്ഥിയായിട്ട്. അവിടെ LDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് മഹിളാ ഫെഡറേഷന്റെ നേതാവായിട്ടുള്ള P വസന്തമാണ്. P വസന്തം മഹിളാ സംഘടനാ രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ഒരു നേതാവാണ്. അവരെ സംബന്ധിച്ച് അവർ CPIയുടെ EK വിജയന്റെ പിൻഗാമിയായി അവിടെ സത്യൻ മൊഗേരിയുടെ ഭാര്യ കൂടിയായിട്ടുള്ള P വസന്തം മത്സരിക്കുമ്പോൾ അവിടുത്തെ സാധ്യതകൾ ആർക്കൊപ്പമാണ് എന്ന് നമുക്ക് പ്രവചിക്കാനാവാത്ത അത്രയും ശക്തമായ പോരാട്ടം നടക്കുന്ന നാദാപുരത്തും ശക്തമായ പോളിംഗ് തന്നെ തുടരുന്നുണ്ട്. പേരാമ്പ്രയാണ് വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഇത്തവണത്തെ ഏറ്റവും വലിയൊരു മണ്ഡലം എന്ന് പറയുന്നത്. LDF കൺവീനർ TP രാമകൃഷ്ണൻ, മുൻ മന്ത്രി കൂടിയായിട്ടുള്ള TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന ഇടം ഒരിക്കൽ പോലും മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും UDFന് ലഭിക്കാത്ത ഒരു മണ്ഡലം. പക്ഷേ അവിടെ ഒരു യുവ മുഖത്തെ ഇറക്കി ലീഗ് സമീപകാല ചരിത്രത്തിൽ ഒരുപക്ഷെ ഒരു വേറിട്ട ഒരു തീരുമാനമെടുത്ത ഒരു സാഹചര്യമായിരുന്നു. ഇത്തവണ ലീഗ് മത്സരിക്കുന്നത് അവരുടെ പാർട്ടി ചിഹ്നത്തിലാണ്. മറ്റു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണയൊക്കെ ലീഗ് നേതാക്കളെ തന്നെ സ്വതന്ത്രരായി തന്നെ നിർത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. അതിന് അവർക്ക് ആത്മവിശ്വാസം നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും അനുകൂല ഘടകങ്ങളായിരുന്നു. ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാമെന്നുള്ളത്. അവിടെ മത്സരിപ്പിക്കുന്നത് യുവമുഖമായിട്ടുള്ള യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയാണ്. TP രാമകൃഷ്ണനെതിരെ മത്സരിപ്പിക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾ നടന്ന ഒരു നിയോജക മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ ഈ വിവാദങ്ങൾ ആർക്കനുകൂലമായിട്ട് പ്രതികൂലമായിട്ട് പോകുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ന് ജനങ്ങൾ വിധിയെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു ശക്തമായ പോളിംഗ് പേരാമ്പ്രയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വടകരയിലാണ് പിന്നീട് മറ്റൊരു കനത്ത പോരാട്ടം നടക്കുന്നത്. KK രമ കഴിഞ്ഞ തവണ ശക്തമായി പിടിച്ചെടുത്ത ഒരു മണ്ഡലം. LDF തുടർച്ചയായി RJD ഇപ്പോൾ RJDയിൽ വന്ന പിന്നെ നേരത്തെ LJDയുടെ ഭാഗമായിരുന്ന ജനതാദളിന് വലിയ സ്വാധീനമുള്ള ഇടമാണ്.
ആ ജനതാദൾ പാരമ്പര്യമുള്ള മണ്ണാണ് വടകര. ആ മണ്ണാണ് KK രമയിലൂടെ UDF പിടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അവിടെ മത്സരിക്കുന്നത് ഏറാമലയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്ന RJDയുടെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള MK ഭാസ്കറാണ് LDF സ്ഥാനാർത്ഥി KK രമയ്ക്കെതിരെ മത്സരിക്കുന്നത്. അതുകൊണ്ട് അവിടെയും ശക്തമായൊരു പോരാട്ടം നടത്താൻ ഇരു മുന്നണികൾക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് പരിശോധിക്കേണ്ടത് നമുക്ക് എലത്തൂരാണ്. എലത്തൂർ നിയോജക മണ്ഡലം പരിശോധിക്കുമ്പോൾ അവിടെ സാധാരണയായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മറ്റെല്ലായിടങ്ങളിലും ട്രെൻഡുകൾ മാറി മറിഞ്ഞപ്പോൾ പോലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും LDFനൊപ്പം തന്നെ നിന്ന ഒരു ഇടമാണ് ഈ എലത്തൂർ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ UDFന്റെ പ്രതീക്ഷകൾ എന്ന് പറയുന്നത് ഈ നിലവിലെ മന്ത്രിയായിട്ടുള്ള നിലവിലെ MLA ആയിട്ടുള്ള അവിടെ ഇപ്പോൾ NCP ശരത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെ LDFന് വേണ്ടി മത്സരിക്കുന്ന AK ശശീന്ദ്രൻ, അദ്ദേഹത്തിന്റെ പ്രായം സംബന്ധിച്ച് NCPക്ക് അകത്ത് തന്നെ ഉണ്ടായിരുന്ന ആഭ്യന്തര തർക്കങ്ങളിൽ UDF വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നു. അത് LDFനകത്തെ പല വോട്ടുകളും തങ്ങൾക്ക് അനുകൂലമായി വരുമെന്നുള്ള ഒരു അവകാശവാദം UDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ UDFന് വേണ്ടി മത്സരിക്കുന്നത് UDFന്റെ യുവമുഖമായിട്ടുള്ള KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിദ്യ ബാലകൃഷ്ണനാണ് അവിടെ UDFന് വേണ്ടി മത്സരിക്കുന്നത്. മറ്റൊന്ന് ഈ എലത്തൂരിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ടത് ഈ അജിത് പവാർ വിഭാഗമുണ്ട്. NCPയുടെ ശരത് പവാർ വിഭാഗമല്ലാതെ അജിത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കുന്നത് PK ശശീന്ദ്രനാണ്. AK ശശീന്ദ്രനെതിരെ മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന PK ശശീന്ദ്രനാണ്. ആ PK ശശീന്ദ്രനാണ് NCP പരമ്പരാഗതമായി എലത്തൂർ മണ്ഡലത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലോക്ക് ചിഹ്നം ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്നത്. ആ ക്ലോക്ക് ചിഹ്നം ഇത്തവണ AK ശശീന്ദ്രൻ ലഭിച്ചിട്ടില്ല. പകരം കൊമ്പ് വിളിക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് ചിഹ്നമായി ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ NCPയുടെ സ്ഥിരം ചിഹ്നം ലഭിച്ച PK ശശീന്ദ്രൻ എത്രമാത്രം വോട്ടുകൾ പിടിക്കുമെന്നത് അനുസരിച്ചിരിക്കും AK ശശീന്ദ്രന്റെ വിജയ പരാജയത്തിന്റെ ഒരു ഗരിമ എന്നുള്ളത്. ഒപ്പം തന്നെ വിദ്യാ ബാലകൃഷ്ണൻ അവിടെ വലിയൊരു അട്ടിമറി പ്രതീക്ഷയൊക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. അത് എത്രമാത്രം യാഥാർത്ഥ്യമാകുമെന്നുള്ളതൊക്കെ നമ്മൾ ഈ വോട്ടെടുപ്പിൽ കാണണം. അവിടെയും ശക്തമായ പോളിംഗ് ആണ് നടക്കുന്നത്. പിന്നീട് ബേപ്പൂരാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സംസ്ഥാനം ശ്രദ്ധിച്ച ഒരു മണ്ഡലം എന്ന് പറയുന്നത് ബേപ്പൂരാണ്. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ തട്ടകം, അവിടെ അദ്ദേഹം സിറ്റിംഗ് MLA ആയി നിൽക്കുന്ന ഒരു ഇടം. ബേപ്പൂർ പരമ്പരാഗതമായ ഇടതുപക്ഷത്തിന് വലിയ ഒരു നേട്ടമുള്ള ഇടം. പക്ഷേ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഒരു ഭൂരിപക്ഷം 2000 ചുരുക്കാൻ UDFന് സാധിച്ചിരുന്നു. അവിടെ UDF ഇത്തവണ എത്തിച്ചിരിക്കുന്നത് നേരത്തെ കഴിഞ്ഞ തവണ LDFന്റെ ഭാഗമായിരുന്ന നിലമ്പൂരിന്റെ MLA പിന്നീട് രാജിവെച്ച് LDF വിട്ട് LDFിൽ നിന്ന് പുറത്തു വന്ന് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന PV അൻവർ ആണ് ഇത്തവണ അവിടെ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അത് ഇത്തവണ ഏറ്റവും ആദ്യം സംസ്ഥാനത്ത് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വവും PV അൻവറിന്റേതായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ വലിയൊരു പോരാട്ടത്തിന്റെ പ്രതീതി കോഴിക്കോട് ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലുമുണ്ട്. ആ പോരാട്ടത്തിന്റെ ചൂട് ഇന്നത്തെ വോട്ടെടുപ്പിലും കാണാനുണ്ട്. അത് ഈ ജനങ്ങളുടെ പ്രതികരണമായിരിക്കുമോ, ഏതെങ്കിലും മുന്നണിക്ക് അനുകൂലമായോ പ്രതികൂലമായോ ഉള്ള ശക്തമായൊരു വിധിയെഴുത്തിനായി വാശിയോടുകൂടി ആവേശത്തോടുകൂടി വോട്ട് രേഖപ്പെടുത്തുകയാണോ എന്നുള്ളത്, വാശിയോടെയാണോ അല്ല ആവേശത്തോടെയാണോ എന്നുള്ളത്, അത് ഭരണ തുടർച്ചയ്ക്ക് അനുകൂലമാണോ അല്ല ഭരണമാറ്റത്തിന് വേണ്ടിയാണോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. അത് ശക്തമായൊരു പോളിംഗ് ആണ് കോഴിക്കോട് ജില്ലയിലെ 13 നിയോജക മണ്ഡലങ്ങളിലും മലബാറിലെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ജില്ലകളിലും കാണാൻ കഴിയുന്നത്. റിയാസാണ് മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലെയും വിവരങ്ങൾ അരച്ച് കലക്കി കുടിച്ച് ഇതാ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ആ മണ്ഡലങ്ങളിലെ അടക്കം സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലെയും വോട്ടിംഗ് ശതമാനം, അതിൻ്റെ കണക്കുകൾ ഇനം തിരിച്ചുകൊണ്ട് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഒരു ഇടവേള കഴിഞ്ഞ് നമ്മൾ തിരികെ എത്തും. നന്ദല ജിമാർട്ടിൽ നിന്നും AC-കളും ഗൃഹോപകരണങ്ങളും പർച്ചേസ് ചെയ്യൂ. ജിമാർട്ട് ചില്ലാക്സ് ഓഫർ നറുക്കെടുപ്പിലൂടെ 5 പഞ്ച് കാറുകൾ സമ്മാനമായി നേടൂ. ഗോപു നന്ദല ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ?
പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ ഉടനടി മാറും താരൻ ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. അമേരിക്കൻ സ്റ്റാൻഡേർഡ്സിൽ ഐബിസിൽ പഠിക്കാം. വെറും ഒരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. IBIS Academy of Higher Education. എസികൾക്ക് അപ് ടു 50% ഡിസ്കൗണ്ടുമായി ഗോപു നന്ദില ജിമാർട്ട് ചില്ലാക്സ് ഓഫർ, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ, 0% ഡൗൺ പേയ്മെന്റ് ആൻഡ് 0% ഇൻട്രസ്റ്റ്. ഈസി EMI. ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. കൂടാതെ നേടൂ നറുക്കെടുപ്പിലൂടെ 5 കാറുകൾ. ഗോപു നന്ദില ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. ജെൻലാക് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ. ദ പെർഫെക്റ്റ് പാർട്ട്ണർ ഫോർ യുവർ പെയിന്റ് ജോബ്. ജെൻലാക് NC തിന്നർ. സർ, ആദ്യത്തെ കാപ്പി അമ്മയ്ക്ക്. പ്രിയപ്പെട്ടവർ കൂടെയുള്ളപ്പോൾ പുതിയ തുടക്കങ്ങൾ ശുഭകരമാകും. അതിനാൽ മുത്തൂട്ട് ഫൈനാൻസ് കാലങ്ങളായി ഓരോ പുതിയ തുടക്കത്തിലും വിശ്വസ്ത പങ്കാളി. നന്ദില ജിമാർട്ടിൽ നിന്നും എസികളും ഗൃഹോപകരണങ്ങളും പർച്ചേസ് ചെയ്യൂ. ജിമാർട്ട് ചില്ലാക്സ് ഓഫർ നറുക്കെടുപ്പിലൂടെ 5 പഞ്ച് കാറുകൾ സമ്മാനമായി നേടൂ. ഗോപു നന്ദില ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേനി ഹെയർ എലിക്സർ. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് Kavita Gold and Diamonds, the versatile jewelry. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. MyG Future. Experience the next. ജെബ് സോളാർ, കേരളത്തിന്റെ ഏറ്റവും വിശ്വസ്തമായ എനർജി പാർട്ട്ണർ. സദേൺ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ്സ് ആൻഡ് മൾട്ടിപർപ്പസ് സൊസൈറ്റി ലിമിറ്റഡ്. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫർണിച്ചറുകൾക്ക് കേരളം ഇന്ന് വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കിടിലൻ ഓഫറുകൾ. കിലോ ബസാർ ആൻഡ് എക്കണോമി ചെയിൻ സ്റ്റോർ കൺസെപ്റ്റ് ഓഫ് യൂറോടെക്. ഇനി നിങ്ങളുടെ സ്വപ്നങ്ങളെ സുരക്ഷിതമായി നിക്ഷേപിക്കൂ. മാക്സ് വാല്യൂ ക്രെഡിറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ്. ഓരോ പുതിയ തുടക്കത്തിലും വിശ്വസ്ത പങ്കാളി. നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. Learn ACCA Chartered Certified Accountancy course only from Indian Institute of Commerce, Lakshya. ഗോപു നന്ദിലത്ത് വോട്ട് ദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവർഡ് ബൈ അഹല്യ തരും ബെസ്റ്റ് റേറ്റ് ആൻഡ് ബെസ്റ്റ് സർവീസ്. അഹല്യ, സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കും കരുതലോടെ. അസോസിയേറ്റ് സ്പോൺസർ Join India's #1 Commerce Institute, Indian Institute of Commerce, Lakshya. വെറും ഒരു ജോലിയല്ല, നല്ലൊരു കരിയറാണ് ലക്ഷ്യമെങ്കിൽ പഠിക്കൂ ഐബിസിലൂടെ. രാവിലെ 7 മുതൽ ഈ നിമിഷം വരെയും സംസ്ഥാനത്തുടനീളം എല്ലാ മണ്ഡലങ്ങളിലും കനത്ത വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. വോട്ടെടുപ്പിന്റെ ശതമാന കണക്കുകൾ ഇപ്പോൾ ലഭ്യമാവുന്നത് പ്രകാരം 14.10% സംസ്ഥാനത്തുടനീളം വോട്ടെടുപ്പിന്റെ ശതമാനം എന്ന് പറയുന്നത്. ഇനം തിരിച്ചുള്ള കണക്കുകൾ പ്രകാരമാണെങ്കിൽ തിരുവനന്തപുരത്ത് 13.9%, പത്തനംതിട്ടയിൽ 14.8%, കോട്ടയത്ത് 15.10%, എറണാകുളത്ത് 15.10%, പാലക്കാട് 16.8%, കാലിക്കറ്റ് കോഴിക്കോട് 14.10%, കണ്ണൂരിൽ 16.40%, കൊല്ലം 15.10%, ആലപ്പുഴ 15.30%, ഇടുക്കി 12.50%, തൃശ്ശൂർ 16.20%, മലപ്പുറത്ത് 16.30%, വയനാട്ടിൽ 16.20%, കാസർഗോഡ് 13.30%. സംസ്ഥാനത്ത് ഉടനീളം ഈ നിമിഷം വരെയുള്ള വോട്ടെടുപ്പിൻ്റെ ശതമാന കണക്കുകൾ ലഭ്യമാവുന്നതനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുൻപ് നടന്ന 3 തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അതിനേക്കാൾ ഉയർന്ന രീതിയിലുള്ള കനത്ത വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വോട്ടെടുപ്പ് ശതമാനത്തിലെ ഈ വർധന സൂചിപ്പിക്കുന്നത്. പ്രദീപ് പാറശാല തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രദീപ് പാറശാല, 13.90% ആണ് അവിടുത്തെ വോട്ടെടുപ്പ്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്?
കൃത്യമായി രാവിലെ മുതൽ തന്നെ ശക്തമായ ഒരു പോളിംഗ് ആണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. രാവിലെ മുതൽ തന്നെ ശക്തമായി, അതായത് 7 മണിക്ക് തന്നെ കൃത്യമായി ക്യൂ ഉണ്ടായിരുന്നു. ഈ ക്യൂ വന്നപ്പോൾ തന്നെ നമുക്ക് സാധാരണ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ശക്തമായ ഒരു പോളിംഗ്. കഴിഞ്ഞ 2016 ഈ സമയം വരെ നമ്മൾ നോക്കുമ്പോൾ ശക്തമായ പോളിംഗ് തന്നെയാണ് ഈ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിലുപരി നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല നിയോജക മണ്ഡലത്തിലാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് CK ഹരീന്ദ്രൻ, പാറശാലയുടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള CK ഹരീന്ദ്രൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയ സമയത്ത് JBS സ്കൂളാണ് അദ്ദേഹം, നെയ്യാറ്റിങ്കര നിയോജക മണ്ഡലത്തിലെ നെയ്യാറ്റിങ്കര JBS സ്കൂളിലാണ് പാറശാല MLA സ്ഥാനാർത്ഥി ഇരിക്കുന്ന CK ഹരീന്ദ്രൻ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. ഈ സമയം യന്ത്ര തകരാറ് മൂലം അല്പനേരം ഇവിടെ ചെറിയ വിഷയങ്ങൾ, ഒരു സ്ഥാനാർത്ഥികളും തമ്മിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അതിലുപരി ഇതേ പറയുന്ന ഈ JBS സ്കൂളിൽ തന്നെ വോട്ടിടാൻ വന്ന ഒരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ വോട്ട് രേഖപ്പെടുത്താൻ തടസ്സം സൃഷ്ടിച്ചതും നേരിയ ഒരു വാക്കേറ്റത്തിനും സംഘർഷത്തിനും ഒരുവരെ സാധ്യത ഉണ്ടായി. തുടർന്ന് മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ സ്ഥിതിഗതികൾ ശാന്തമാക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും തിരുവനന്തപുരം ഈ തെക്കേ അറ്റത്തായാലും ഇതിന്റെ തെക്കേ മേഖലകളിൽ ശക്തമായ ഒരു പോളിംഗ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പത്തനംതിട്ടയിലേക്ക് പോകാം. അവിടെ നിന്ന് പ്രസാദ് ചേരുന്നു. പത്തനംതിട്ടയിൽ തിരുവല്ല, റാന്നി, ആറന്മുള, കോന്നി, അടൂർ എന്നീ മണ്ഡലങ്ങളിലേക്ക് അതിശക്തമായിട്ടുള്ള മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഇടം. പത്തനംതിട്ടയിലെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വിശദമായ കണക്കുകൾ കേരള വിഷൻ ന്യൂസ് അതിൻ്റെ സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ കൃത്യമായിട്ട് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ തിരുവല്ലയിൽ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സ്ഥാനാർത്ഥി മാത്യു ടി തോമസ്, കേരള കോൺഗ്രസിലെ വർഗീസ് മാമൻ, അനൂപ് ആന്റണി BJP, ഒപ്പം തന്നെ റാന്നിയിൽ പ്രമോദ് നാരായണൻ കേരള കോൺഗ്രസ് M, പഴകുളം മധു കോൺഗ്രസ്, തോമസ് K സാമുവൽ 2020, ആറന്മുളയിൽ വീണ ജോർജ് CPIM, അബിൻ വർക്കി കോൺഗ്രസ്, കുമ്മനം രാജശേഖരൻ BJP, കോന്നിയിൽ KU ജനീഷ് കുമാർ CPIM, സതീഷ് കൊച്ചുപറമ്പിൽ കോൺഗ്രസ്, TP സുന്ദരേശൻ BDJS, അടൂരിൽ പ്രിജി കണ്ണൻ CPI, CV ശാന്തകുമാർ കോൺഗ്രസ്, പന്തളം പ്രതാപൻ BJP എന്നിവർ മത്സരിക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ വോട്ടെടുപ്പ് ശതമാന കണക്കുകളും ഇതുവരെ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥികളുടെ വിവരങ്ങളും ഇതുവരെ വോട്ട് ചെയ്ത പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ വിവരങ്ങളും ഇനി വോട്ട് ചെയ്യാനിരിക്കുന്നവരുടെ വിവരങ്ങളും ഒപ്പം വോട്ടെടുപ്പിനിടെ ഇതുവരെ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളും വ്യക്തമാക്കുന്നു. പ്രസാദ് പത്തനംതിട്ടയിൽ നിന്ന്. പ്രസാദ്. MS മുമ്പ് സൂചിപ്പിച്ച പത്തനംതിട്ട ജില്ലയിലെ 5 സ്ഥാനാർത്ഥികളുടെയും റെക്കോർഡ് തരത്തിലുള്ള പോളിംഗ് ആണ് നമുക്കിപ്പോൾ MS പറഞ്ഞ പോലെ നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്നത്. പ്രത്യേകിച്ച് ഈ മധ്യ തിരുവിതാംകൂറിൽ ചൂട് ഏകദേശം ഒരു 11 മണിക്ക് മുമ്പ് ശക്തമായതിനാൽ ഇപ്പോൾ ആറന്മുളയിൽ ഏകദേശം നമുക്കൊക്കെ അറിയാൻ കഴിയുന്നത് 17% തന്നെ റെക്കോർഡ് തരത്തിലുള്ള പോളിംഗിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റ് മണ്ഡലങ്ങളിൽ അത് ഒപ്പത്തിനൊപ്പം 16, 15 ആ മണ്ഡലങ്ങളിലൊക്കെയാണ് തിരുവല്ല, അടൂര്, റാന്നി, കോന്നി, ഒപ്പം തന്നെ ഈ ആറന്മുള മണ്ഡലവും പ്രത്യേകിച്ച്. അപ്പോൾ ഇതൊരു ട്രെൻഡിന്റെ ഏകദേശം ഒരു ഉച്ചയോടുകൂടി ആകുമ്പോഴത്തേക്കിന് ട്രെൻഡിലേക്ക് എത്തുമെന്നാണ് ഇതിന്റെ നമുക്ക് വിദഗ്ധന്മാരൊക്കെ നമ്മളോടൊപ്പം അറിയിച്ചിട്ടുള്ളത്. രാവിലെ 8 മണിക്ക് മന്ത്രിയും ഇപ്പോഴത്തെ MLA കൂടിയായ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പത്തനംതിട്ട കുമ്പഴ, അതായത് മന്ത്രിയുടെ വീടിനടുത്തുള്ള കുമ്പഴ LMS AP സ്കൂളിൽ അവരുടെ ഫാമിലി, അത് ഭർത്താവ് ജോർജിയും മക്കളും സഹോദരി ഉൾപ്പെടെ അമ്മയൊക്കെ ഉൾപ്പെടെയുള്ളവരാണ് അവരെ വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 11 മണിക്ക് ആന്റു ആന്റണി MP പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ ഫാമിലി കുടുംബസമേതം വോട്ട് ചെയ്യാനെത്തും. തുടർന്ന് പഴകുളം മധു റാന്നിയിലെ സ്ഥാനാർത്ഥിയാണെങ്കിലും അദ്ദേഹത്തിന് വോട്ട് അടൂര് പഴകുളത്താണ്. രാവിലെ തന്നെ അവിടുത്തെ സെന്റ് മേരീസ് LP സ്കൂളിൽ പഴകുളം മധു വോട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രമോദ് നാരായണൻ വോട്ട് ചെയ്തിട്ടുണ്ട്. അനൂപ് ആന്റണിയും അങ്ങനെ മാത്യു തോമസ്, പിന്നെ സതീഷ് കൊച്ചുപറമ്പിൽ, അതായത് അവരവരുടെ വീടുകൾ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ അവരെല്ലാം രാവിലെ തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് MS. പക്ഷെങ്കിൽ നമുക്കിപ്പോൾ ഒരു ട്രെൻഡിന്റെ, കാരണം കഴിഞ്ഞ കാലങ്ങളിലെ പാറ്റേൺ അനുസരിച്ച് സാവധാനത്തിലായിരുന്നു ഈ റാന്നിയും കോന്നിയും ആറന്മുളയും ഉൾപ്പെടെയുള്ള 5 മണ്ഡലങ്ങളിലെ ട്രെൻഡ് സാവധാനത്തില്ല. പക്ഷെങ്കിൽ ഇപ്പോൾ ഈ ചൂട് കാരണമായിരിക്കാം നമുക്ക് രാവിലെ തന്നെ 7 മണിക്ക് തന്നെ പല കേന്ദ്രങ്ങളിലും സ്ത്രീ വോട്ടർമാരുടെ ഏറ്റവും കൂടുതൽ നീണ്ട നിരനിരയാണ് നമുക്ക് MS കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ അവസാനത്തിലേക്ക് നമുക്ക് വോട്ടിംഗ് ശതമാനം ഈ 5 മണ്ഡലങ്ങളിലും കൂടും. അത് ആരൊക്കെയാണ് കേരളത്തിന്റെ ഭാഗത്ത് നിരക്കുന്ന ആരൊക്കെയാണ് തീരുമാനിക്കുന്നതിൻ്റെയൊക്കെ ഒരു വ്യക്തമായ ലീഡിലേക്ക് വൈകുന്നേരത്തെ കൂടിയൊക്കെ നമുക്ക് ചിത്രം വ്യക്തമാകത്തുള്ളൂ. MS.
ശരി, പ്രസാദാണ് പത്തനംതിട്ടയിൽ നിന്ന് വോട്ടെടുപ്പ് ശതമാന കണക്കുകളും ഇതുവരെ വോട്ട് ചെയ്തവരുടെ വിവരങ്ങളും ഇനി വോട്ട് ചെയ്യാനിരിക്കുന്നവരുടെ വിവരങ്ങളും പങ്കുവച്ചത്. സംസ്ഥാനത്തുടനീളം കനത്ത വോട്ടെടുപ്പ് ശതമാനം കണക്കുകളാണ് മുന്നോട്ട് വരുന്നത്. അതിൻ്റെ അർത്ഥം ഉച്ചയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കൊടിയ ചൂടിൽ അവിടെ ക്യൂ നിൽക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി രാവിലെ തന്നെ വോട്ടർമാർ കൂട്ടം ചേർന്ന് വോട്ട് ചെയ്യാനെത്തി എന്നുള്ളത് കൊണ്ട് ആയിരിക്കണം ഈ നിലയിലുള്ള വലിയ വോട്ടെടുപ്പ് ശതമാനത്തിൻ്റെ ഉയർച്ച ഉണ്ടായിരിക്കുന്നത് എന്നാണ് കരുതേണ്ടത്. ഇത് സംസ്ഥാനത്ത് മാത്രമല്ല, വോട്ടെടുപ്പ് നടക്കുന്ന ഇതര സംസ്ഥാനങ്ങളായിട്ടുള്ള അസമിലും പുതുച്ചേരിയിലുമെല്ലാം സമാനമായിട്ടുള്ള ഒരു വോട്ടിംഗ് ശതമാനമാണ്. പുതുച്ചേരിയിൽ ഇതുവരെ 17.41% പേർ വോട്ട് ചെയ്തിരിക്കുന്നു. അസമിൽ 17.81% വോട്ടിംഗ് ശതമാനം. കേരളത്തിൽ അത് 16.23%. തിരുവനന്തപുരത്ത് 16.25, കൊല്ലത്ത് 16.4, പത്തനംതിട്ടയിൽ 16.58, ആലപ്പുഴയിൽ 16.85, കോട്ടയത്ത് 16.3, ഇടുക്കിയിൽ 15.25, എറണാകുളത്ത് 17.80, തൃശ്ശൂരിൽ 16.82, പാലക്കാട് 16.53, മലപ്പുറം 15.39, വയനാട് 16.44, കോഴിക്കോട് 15.84, കണ്ണൂർ 15.65, കാസർഗോഡ് 15.8% എന്നുള്ള നിലയ്ക്കാണ് ഈ പോളിംഗ് ശതമാന കണക്കുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് വന്ന പ്രധാനപ്പെട്ട 2 വാക്യങ്ങൾ എന്ന് പറയുന്നത് ഡാഷ് എന്ന് പറയുന്നത് അവരവർ പൂരിപ്പിക്കേണ്ടതാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സതീശൻ്റെ വനവാസത്തെ സംബന്ധിച്ചുണ്ടായ ചോദ്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് വോട്ട് എണ്ണിയ ശേഷം അതേക്കുറിച്ച് പറയാം എന്നുള്ളതാണ്. രേവന്ത് റെഡ്ഡിക്കെതിരായിട്ടുള്ള ഡാഷ് മോൻ പരാമർശത്തിലെ ഡാഷ് എന്ന് പറയുന്നത് അവരവർ പൂരിപ്പിക്കേണ്ടതാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ സൂചിപ്പിച്ചത്. നമ്മുടെ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി അഴിമതി ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഇദ്ദേഹമാണ്. ഇപ്പോൾ കൂടുതലൊന്നും അതേക്കുറിച്ച് പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തെ പറ്റി പറയാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വനവാസത്തിന് പോകും എന്ന് സൂചിപ്പിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് വോട്ട് എണ്ണിയ ശേഷം പറയാമെന്നാണ് ഉചിതമായി മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്. എന്തായാലും സംസ്ഥാനത്ത് പല ബൂത്തുകളിലും രാവിലെ തന്നെ വോട്ടർമാരുടെ നീണ്ട നിരയുണ്ടായിരുന്നു. ആ നീണ്ട നിര ഇപ്പോൾ അതിനേക്കാൾ വലിയ നീണ്ട നിരയായിട്ട് മാറിയിരിക്കുന്നു. വോട്ടെടുപ്പ് തുടങ്ങിയ ആദ്യത്തെ 1 മണിക്കൂറിൽ തന്നെ 4.38% വോട്ടിംഗ് രേഖപ്പെടുത്തുകയുണ്ടായി. ഏറ്റവും ആദ്യം ശ്രദ്ധേയമായ വോട്ട് രേഖപ്പെടുത്തിയത് മുടവൻമുകളിലെ ഗവൺമെൻറ് LP സ്കൂളിൽ നടൻ മോഹൻലാലാണ്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരെല്ലാം വോട്ട് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വിശദമായിട്ടുള്ള കണക്കുകൾ കേരള വിഷൻ ന്യൂസ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഡി ബിനോയ്, സംസ്ഥാനത്തുടനീളം വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, കനത്ത ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി രാവിലെ തന്നെ കൂട്ടമായി വീടുകളിൽ നിന്ന് കുടുംബസമേതം വോട്ട് ചെയ്യാൻ എത്തിയവരുടെ നീണ്ട നിരയാണോ ഇപ്പോഴത്തെ ഈ കൊള്ളാവുന്ന നിലയിലുള്ള വോട്ടിംഗ് ശതമാനത്തിലേക്ക് എത്തിക്കുന്നത്? MS 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സ്വാഭാവികമായിട്ട് കാലാവസ്ഥ പ്രശ്നം. രണ്ടാമത്തത് ഈ കേരളത്തിൽ ഉണ്ടായ ഒരു ട്രെൻഡുണ്ട്. പ്രത്യേകിച്ചും ഒരു തെരഞ്ഞെടുപ്പിനോടുള്ള അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തണം എന്നതിനോടുള്ള ഒരു ട്രെൻഡ്. അതിനുവേണ്ടി പണിയെടുത്ത രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും കൃത്യമായി സമ്മതിദായകരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കണം എന്ന ഒരു ഉദ്ദേശവും ലക്ഷ്യത്തോടു കൂടി ആർക്ക് വോട്ട് ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കുക. ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ LDFനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭരണം നിലനിർത്തണം, UDFനെ സംബന്ധിച്ചിടത്തോളം ഭരണം പിടിച്ചെടുക്കണം. ഈ 2 വികാരങ്ങളും തമ്മിലുള്ള അല്ലെങ്കിൽ ഈ 2 ആവശ്യങ്ങളും തമ്മിലുള്ള ഒരു കനത്ത മത്സരം വേണമെങ്കിൽ പറയാം. ഇത്തരത്തിൽ ഒരു പെട്ടെന്നുള്ള ഒരു ട്രെൻഡ് അല്ലെങ്കിൽ നമ്മുടെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനവിനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ കണക്കാക്കേണ്ട കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുക. കാരണം ഈ സാധാരണഗതിയിൽ ഈ 9-9:30 മണിയാകുമ്പോഴേക്കും ഒരു 13%, 12%, അതിനപ്പുറത്തേക്ക് പോളിംഗ് ശതമാനം കൂടിയ ചരിത്രം ഇല്ല. അത് അങ്ങനെ ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പിൽ മാത്രമാണ് അങ്ങനെ ഒരു 16% മുകളിലേക്കൊക്കെ ഈ പോളിംഗ് ശതമാനം വർദ്ധിക്കുന്ന പതിവുള്ളത്. പക്ഷേ ആ പതിവ്, ആ കണക്കുകൂട്ടലുകൾ ഇവിടെ തെറ്റിച്ചിരിക്കുന്നു. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണക്കും അതിന് തൊട്ട് പിന്നാലെ വരുന്ന തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കിലും അതുപോലെ തന്നെ അതിനു മുമ്പ് 2024 നടന്ന പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പുകളിലേക്ക് 3 കാലം തട്ടിച്ച് നോക്കുമ്പോഴേക്കും ഈ 10 മണിക്കുള്ള വോട്ടിംഗ് ട്രെൻഡ് അല്ലെങ്കിൽ പോളിംഗ് ട്രെൻഡ്
ട്രെൻഡ് എന്ന് പറയുന്നത് 2% മുതൽ 3% വരെ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ആ കൂടുതൽ കാണിക്കുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയപരമായ എന്തെങ്കിലും ഒരു നേട്ടമായിട്ടോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ചില സമ്മർദ്ദങ്ങൾക്ക് പരമായിട്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. എന്നാൽ ഇതിനെല്ലാം കൂടുതലായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം നേരത്തെ പറഞ്ഞ കാലാവസ്ഥയുടെ കാര്യം കൂടിയുണ്ട്. കാരണം മീനമാസത്തിലെ ചൂട് അസഹനീയമാണ്. ഒരു 10 മണി കഴിയുമ്പോഴേക്കും പുറത്തിറങ്ങാൻ കഴിയാവുന്ന അത്ര തലത്തിൽ തന്നെ വലിയ ചൂട് സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഇന്നലത്തെ കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ ഇത് പ്രഖ്യാപനം അനുസരിച്ച് അല്ലെങ്കിൽ പ്രസ്താവന അനുസരിച്ച് ഇന്ന് കേരളത്തിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ്. പക്ഷേ അത് ഉച്ചതിരിഞ്ഞായിരിക്കാം ഈ മഴയുടെ സാധ്യത. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കാം ഇത്രയധികം ആളുകൾ അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം ഇത്ര വേഗത്തിൽ, അതായത് ആദ്യത്തെ 2 മണിക്കൂർ പിന്നിടുമ്പോഴേക്കും ഈ 16.23 എന്ന ശതമാനത്തിലേക്ക് എത്തിച്ചേർന്ന് നിൽക്കുന്നത്. അതൊരു പക്ഷേ രണ്ട് പാർട്ടികൾക്കും ആശ്വാസം നൽകുന്ന ഒരു കണക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഇതൊരു നല്ല സൂചന നൽകുന്നു. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പുമായി വോട്ട് ചെയ്യാൻ എത്തുന്നവരുടെ പ്രതികരണം, അവരുടെ ഒരു താല്പര്യം, അതിൻ്റെ ഒരു നല്ല സൂചനയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകൾ, ഈ 5 ജില്ലകളിലും കാര്യമായ തരത്തിൽ പോളിംഗ് ശതമാനത്തിലൊരു വർധന ഉണ്ടായിട്ടുണ്ട്. സാധാരണ ഇടുക്കിയിലൊക്കെ ഒരു 2 മണിക്കൂർ പിന്നിടുമ്പോൾ 15%, അതല്ലെങ്കിൽ 12%, അതിനപ്പുറത്തേക്ക് പല നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനം കൂടിയ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. വയനാട്, ഈ പത്തനംതിട്ടയിലേക്ക് വന്നാലും അങ്ങനെ തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും കൊല്ലം, ആലപ്പുഴ, തിരുവനന്തപുരത്ത് മന്ദഗതിയിലാണ് ആദ്യ 2 മണിക്കൂറുള്ള വോട്ടിംഗ് സാധാരണ പുരോഗമിക്കാറുള്ളത്. പക്ഷേ ആ ചരിത്രങ്ങളൊക്കെ മാറ്റി എഴുതപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയുക. ഇനി നമ്മൾ വടക്കോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വയനാടായാലും കോഴിക്കോടായാലും കണ്ണൂരായാലും കാസർഗോഡാണ് അല്പം ഒരു മന്ദഗതിയിൽ പോകുന്നത്. എങ്കിൽ തന്നെയും 15% പോളിംഗ് അവിടെയും എത്തുന്നു. കണ്ണൂരിൽ 15.65% പോളിംഗ് നടന്നിരിക്കുന്നു. കാസർഗോഡ് 15.8% പോളിംഗ് നടന്നിരിക്കുന്നു. വയനാട് 15% മുകളിലാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ 3 ജില്ലകളിലൊക്കെ സാധാരണഗതിയിൽ മന്ദഗതിയിലാണ് പോളിംഗ് നടക്കാറുള്ളത്. പക്ഷേ അവിടെയൊക്കെ ഈ ആദ്യത്തെ 2 മണിക്കൂറിൽ തന്നെ പോളിംഗ് ശതമാനം ഇത്രയധികം ഉയരുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ ഒരു താല്പര്യം, ഒപ്പം രാഷ്ട്രീയപരമായി ചിന്തിച്ച് വോട്ട് ചെയ്യാനുള്ള താല്പര്യം, ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തി വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ ഒരു കണക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തേക്ക് വരും. ആദ്യത്തെ 2.5 മണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ പറയുന്നതിന് മുമ്പ് ഞാൻ ഇടയിൽ കയറി ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു കള്ളവോട്ട് ആരോപണം വന്നിരിക്കുകയാണ്. തൃശൂർ വടക്കാഞ്ചേരിയിൽ കള്ളവോട്ട് ആരോപണം ഉയർന്നിരിക്കുന്നു. ഗേൾസ് സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ വടക്കാഞ്ചേരി സ്വദേശിയായിട്ടുള്ള സജീവിൻ്റെ വോട്ട് തപാൽ വോട്ട് ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നു. അങ്ങനെ വോട്ട് ചെയ്യാനാകാതെ സജീവിനെ മടങ്ങേണ്ടി വന്നിരിക്കുന്നു. തൻ്റെ വോട്ട് തനിക്ക് മുമ്പേ തപാൽ വോട്ട് രൂപത്തിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് സജീവ് പരാതി നൽകിയിരിക്കുന്നത്. വടക്കാഞ്ചേരിയിലാണ് ഈ കള്ളവോട്ട് ആരോപണം വന്നിരിക്കുന്നത്. അവിടുത്തെ ഗേൾസ് സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ വടക്കാഞ്ചേരി സ്വദേശി സജീവിൻ്റെ വോട്ട് തപാൽ വോട്ട് ചെയ്യപ്പെട്ടതായി കണ്ടെത്തിയതിനെ തുടർന്ന് വോട്ട് ചെയ്യാൻ കഴിയാതെ മടങ്ങിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഔദ്യോഗികമായ കണക്കുകളെക്കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു ഡി ബിനോയ്. അപ്പോൾ ഇനി നമുക്ക് മറ്റ് ജില്ലകളിൽ, അതായത് മധ്യ കേരളത്തിലും അത് തന്നെയാണ് സ്ഥിതി. കാരണം തൃശ്ശൂരിൽ 16.52%, പാലക്കാട് 16.53%. അടുത്ത് നമുക്ക് നോക്കേണ്ടത് എറണാകുളമാണ്. എറണാകുളവും തൃശ്ശൂരും പാലക്കാടുമൊക്കെ തന്നെ ഏകദേശം ഈ 16% ഇങ്ങനെ വോട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. മലപ്പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ചെറിയ കുറവ് കാണുന്നത് 15.39%. പക്ഷേ ആ മലപ്പുറം സംബന്ധിച്ചിടത്തോളം മലപ്പുറത്ത് അങ്ങനെ പോളിംഗ് ശതമാനം അത് കുറയുന്നതായി കണക്കാക്കേണ്ട കാര്യമില്ല. അവിടെ ഉച്ചയ്ക്ക് ശേഷം ആണ് സാധാരണഗതിയിൽ. കോഴിക്കോടും മലപ്പുറത്തുമൊക്കെ ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടുകൂടി ഒരു വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചു വരുന്നൊരു പതിവ് സാധാരണഗതിയിലുണ്ട്. എങ്കിൽ തന്നെയും കേരള രാഷ്ട്രീയത്തിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ വോട്ടിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കടന്നു വരുമ്പോൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ വോട്ടിംഗ് ശതമാനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇന്ന ആൾക്ക് വിജയസാധ്യത കൂടുതൽ, ഇന്ന ആൾക്ക് വിജയസാധ്യത കുറവ് എന്നത് ഒരു കാര്യം അന്നൊക്കെ പറയുമത്. പക്ഷേ അതൊക്കെ മാറ്റി എഴുതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ആ മത്സരത്തിൻ്റെ രീതി തന്നെ മാറിയപ്പോഴേക്കും വോട്ടിംഗ് ശതമാനം എന്നുള്ളതും അല്ലെങ്കിൽ വോട്ടിംഗ് ശതമാനം വിലയിരുത്തിക്കൊണ്ട് ഫലത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്ന ആ സാഹചര്യം മറിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ചും 3 മുന്നണികൾ മത്സരരംഗത്തേക്ക് വരുന്നു. ഈ ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രത്യേകിച്ചും ഈ NDA പോലുള്ള മുന്നണികൾ ഓരോ ദിവസവും ശക്തി പ്രാപിച്ചു വരുന്നത് കൊണ്ടും അവർ കൂടുതൽ ഘടകകക്ഷികളെ അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് കൊണ്ടുമൊക്കെ തന്നെ ആ വോട്ടിംഗ് ശതമാനത്തിൽ അവർക്കും വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം.
അങ്ങനെ ഈ മൂന്ന് മുന്നണികളും അവരവർക്ക് അവരുടെ വോട്ടിംഗ് ശതമാനത്തിൽ വർധന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനെയുള്ള കണക്കുകളെല്ലാം കൂടി പരിശോധിച്ച് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഈ വോട്ടിംഗ് ശതമാന വർധന വർധന കൂടി കണക്കിലെടുത്തുകൊണ്ട് ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളത് നമുക്ക് അങ്ങനെ നേരത്തെ കൂട്ടി പറയാൻ കഴിയുകയില്ല. പക്ഷേ ഈ വോട്ടിംഗ് ശതമാനത്തിലെ വർധന എല്ലാ മുന്നണികൾക്കും ആശ്വാസം പകരുന്നു എന്നുള്ളതാണ് ഈ ആദ്യത്തെ 2 മണിക്കൂർ എന്നുള്ള വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും അത് സംബന്ധിച്ച് നേതാക്കന്മാർ തന്നെ പറയുന്നുണ്ട്. ഈ ഓരോ പ്രാവശ്യവും ചില ആളുകൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ചില ആളുകൾക്ക് ലഭിക്കുന്ന വോട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ കണക്കുകൂട്ടലുകളുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ കണക്കുകൂട്ടലുകളുണ്ട്. ഓരോ മേഖലകൾ, ആ മേഖലകളിലെ ഓരോ രീതിയിൽ, ഓരോ സ്ഥലങ്ങൾ, ഓരോ വാർഡിൽ എത്ര വോട്ട് കിട്ടും എന്നൊക്കെയുള്ള കണക്കുകൾ അവർക്കുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് അവർ ഈ വിജയ സാധ്യതകൾ പറയാറുള്ളത്. ഇവിടെയും അങ്ങനെ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഇത്രയധികം ആളുകൾ വളരെ ആദ്യഘട്ടത്തിൽ തന്നെ വോട്ട് ചെയ്യാൻ എത്തി. അത് 16.23% വരെ എത്തുന്നു. കാരണം വയനാടിൻ്റെയൊക്കെ ചരിത്രത്തിലാണ് ആദ്യമായിട്ടാണ് ഈ 16.44 എന്ന ഒരു ശതമാനത്തിലേക്ക് പോളിംഗ് ഉയരുക എന്നത്. സാധാരണഗതിയിൽ ആദ്യത്തെ 2 മണിക്കൂറിൽ 12 വരെ എത്തി നിൽക്കുന്നൊരു പതിവാണ് വയനാടിലുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ മൊത്തത്തിലുള്ള വോട്ടിംഗ് ശതമാനത്തിൽ കാര്യമായ ഒരു വർധന ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയപരമായ കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും വോട്ടർമാർക്ക് തെരഞ്ഞെടുപ്പിനോട് അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്നതിനോട് ഒരു താല്പര്യം വർദ്ധിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചന കൂടി ഇതിനെ കണക്കാക്കാൻ കഴിയും. പ്രത്യേകിച്ചും നഗര കേന്ദ്രീകൃതമായ മേഖലകളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ 16.82% എന്ന് പറയുമ്പോൾ സാധാരണ തൃശ്ശൂരൊക്കെ മന്ദഗതിയിൽ പോളിംഗ് നടക്കുന്ന സംസ്ഥാനത്തെ ജില്ലകളിൽ ഒന്നാണ്. ആ തൃശ്ശൂരിനെ പോലെ തന്നെയാണ് തിരുവനന്തപുരവും അതുപോലെ തന്നെ കോഴിക്കോടും. പക്ഷേ ഇവിടെയൊക്കെ സാധാരണ ഈ 9:30-10 മണിയാകുമ്പോൾ ഉണ്ടാകുന്ന വോട്ടിംഗ് ശതമാനത്തിനേക്കാൾ വളരെ കൂടുതൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ വോട്ടിംഗ് ശതമാനവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു വർധന അത് രാവിലെ മുതൽ തന്നെ കണ്ടിരുന്നു. നമ്മൾ രാവിലെ പോളിംഗ് തുടങ്ങിയ സമയത്ത് മുതൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പല പോളിംഗ് ബൂത്തുകളുടെയും മുന്നിൽ വലിയ തരത്തിലുള്ള നീണ്ട നിര കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ വലിയൊരു ജനക്കൂട്ടം തന്നെ ഈ പോളിംഗ് ബൂത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത്. അത് പോളിംഗ് തുടങ്ങിയപ്പോഴുണ്ടായ ആ നീണ്ട നിര നൽകുന്ന സൂചന അത് വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനയായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. എന്തായാലും ഇത്രയധികം ആളുകൾ വോട്ട് ചെയ്യാൻ രാവിലെ തന്നെ എത്തി എന്നുള്ളത് 16% പോളിംഗ് എന്ന് പറയുമ്പോൾ അതൊരു നല്ല കണക്കാണ്, നല്ല സൂചനയാണ്. പ്രത്യേകിച്ചും തൃശ്ശൂരിലൊക്കെ 16.82, എറണാകുളത്തൊക്കെ വോട്ടിംഗ് ചില നിയമസഭാ മണ്ഡലങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ പോളിംഗ് ശതമാനം കൂടുന്ന മണ്ഡലങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അതല്ല. അത് 18 അടുത്ത് വരുമ്പോഴത്തേക്ക് 12% എത്തി നിൽക്കുമ്പോഴേക്കും അവിടെ ഉണ്ടായ ഒരു മാറ്റം. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയപരമായി ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിനോടുള്ള ഒരു താല്പര്യം ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. കന്നി വോട്ടർമാരുടെ കാര്യത്തിൽ നമുക്ക് എടുത്ത് നോക്കിയാൽ പല സ്ഥലങ്ങളിലെയും നിരകൾ പരിശോധിക്കുമ്പോൾ കന്നി വോട്ടർമാർ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ എണ്ണമൊക്കെ കൂടുന്നുണ്ട്. സാധാരണഗതിയിൽ ചെറുപ്പക്കാരാണ് ഒരു തരത്തിലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനോട് ഒരു വിരക്തി കാണിക്കുന്നത്. പക്ഷേ അത് മാറിയിരിക്കുന്നു. ചെറുപ്പക്കാരൊക്കെ പല സ്ഥലങ്ങളിലും ഈ ക്യൂവിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാന സാഹചര്യത്തിനുണ്ട്. എന്തായാലും കണക്കുകൾ സൂചിപ്പിക്കുന്ന അനുസരിച്ച് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ, അതായത് 2021 നിയമസഭ, 2024 പാർലമെന്റ്, 2025 നടന്ന തദ്ദേശ ഭരണ സ്ഥാപനം, അത് 3 ഘട്ടം 3 രീതിയിലാണ് 3 പാറ്റേണിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളാണ്. ആ തെരഞ്ഞെടുപ്പുകളെ വെച്ച് നോക്കുമ്പോൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്കും തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. ഈ 16.23 എന്ന് പറയുന്നത് നല്ല ഒരു സൂചന നൽകുന്നു എന്നുള്ളതാണ്. അതായത് ഒരു വോട്ടിംഗ് ശതമാനം ഇനിയും കൂടും. 76% കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാനത്തെ വോട്ടിംഗ് ശതമാനമെങ്കിൽ അതിൽ നേരിയ വർധന, ചിലപ്പോൾ 1% 2% വർധന ഉണ്ടായാൽ അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇത്തരത്തിൽ രാവിലെ ഉണ്ടായ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനയായിരിക്കാം അങ്ങനെ ഒരു ടോട്ടൽ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനയ്ക്ക് വഴിവെച്ചെന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ കഴിയും. അതേസമയം മത്സരത്തിൻ്റെ വാശിയും അതിൻ്റെ ശക്തിയും ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും കാണുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം പല മേഖലകളിലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരമാവധി വോട്ടർമാരെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് സ്റ്റേഷനിൽ എത്തിക്കുവാൻ മുന്നണികൾ വോട്ട് അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ വോട്ട് അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തിപ്പിക്കുന്നതിന് വേണ്ടി കാണിച്ച ഒരു ആവേശവും ഈ ആദ്യത്തെ 2 മണിക്കൂറിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചപ്പോൾ അതിൽ നമുക്ക് വിലയിരുത്താൻ കഴിയും. എന്തായാലും ഒരു കാര്യം
കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പോളിംഗ് ശതമാനത്തിൽ ഇത്തവണ ഇടിവുണ്ടാവത്തില്ല, ഒരു കുറവുണ്ടാവില്ല. അത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വർദ്ധിച്ചു നിൽക്കാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം 76% പോളിംഗ് ലഭിച്ചു എന്ന് പറയുമ്പോഴും അപ്പോഴും കേരളത്തിൽ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോവിഡ് പോലുള്ള മഹാമാരികൾ പിടികൂടി കേരളം വല്ലാതെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. സ്ഥാനാർത്ഥികൾക്ക് കൃത്യമായി വോട്ട് പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, വോട്ടർമാർക്ക് കൃത്യമായി പോളിംഗ് ബൂത്തിലേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം, അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നടന്ന ഒരു പോളിംഗ് ആയിരുന്നു 2021 തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോളിംഗ് ശതമാനത്തിന് നമ്മൾ കണക്കാക്കണം. പക്ഷേ എങ്കിൽ തന്നെയും അതിൻ്റെ അവസാന ഘട്ടത്തിൽ 76% ഉണ്ടായിരുന്നു. ആ പോളിംഗിനൊപ്പം ഇപ്പോഴത്തെ ശതമാനം വരുന്നതിനപ്പുറം അത് കൂടിയാൽ തന്നെയും അത്ഭുതപ്പെടേണ്ട സാഹചര്യം ഇല്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ മത്സരത്തിൻ്റെ സവിശേഷതകൾ കൂടിയുണ്ട്. കാരണം പല മണ്ഡലങ്ങളിലും വാശിയേറിയ മത്സരങ്ങളായിരുന്നു. ആ വാശിയേറിയ മത്സരങ്ങളിൽ LDF ആയാലും UDF ആയാലും BJP ആയാലും അവരുടെ സ്ഥാനാർത്ഥികളെയൊക്കെ മുന്നിൽ നടത്തിയ ആ വാശിയേറിയ മത്സരത്തിൽ അതിൽ ഏതെങ്കിലും ഒരു വിജയിയെ തിരഞ്ഞെടുക്കണം എന്ന്, അല്ലെങ്കിൽ ഒരാളിനെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് വോട്ടർമാർ എത്തി. അതിൻ്റെ ഒരു സാഹചര്യം കൂടി വെച്ച് നോക്കുമ്പോൾ അതുകൂടി കണക്കിലെടുക്കുമ്പോൾ ഈ വോട്ടിംഗ് ശതമാനത്തിൻ്റെ വർധനയെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. എന്തായാലും ഇപ്പോൾ ഡി ബിനോയ്, രമേശ് ചെന്നിത്തല വോട്ട് ചെയ്തതിന് ശേഷം സംസാരിക്കുകയാണ്. നോക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വൻ വിജയം കേരളത്തിൽ നേടും. ആലപ്പുഴ ജില്ലയിലും ഇത്തവണ വൻ വിജയമായിരിക്കും UDF നേടുന്നത്. മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ. അതെ, എനിക്കെതിരായി തന്നെ മതവികാരം ഇളക്കിവിടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ പ്രസിദ്ധീകരിച്ചു. അത് AI വീഡിയോ ആണ്. അതിൻ്റെ പരാതി എൻ്റെ ഇലക്ഷൻ ഏജൻറ്റ് കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ ഗൗരവതരമായി അടുത്ത് കേസെടുത്തിരിക്കുകയാണ്. ഇലക്ഷൻ കമ്മീഷൻ കേസെടുത്ത് നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരിക്കലും തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാത്ത തെറ്റായ പ്രവണതകളാണ് BJP എൻ്റെ ഈ മണ്ഡലത്തിലും മറ്റു സ്ഥലങ്ങളിലും അവലംബിച്ചിരിക്കുന്നത്. ഇതൊന്നും ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. സാർ, 8-1 ഇപ്പോഴത്തെ അവസ്ഥ ആലപ്പുഴയിൽ, അത് എന്തായിരിക്കും മാറുക? ഇവിടെ എല്ലാ സീറ്റിലും നല്ല മുന്നേറ്റമാണ് UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട നിലയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി. കേരളത്തിൽ 100-ലേറെ സീറ്റുകളോടെ UDF അധികാരത്തിൽ വരും എന്ന പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ആലപ്പുഴ ജില്ലയിലും അതുപോലെ തന്നെ 9 സീറ്റിലും വൻപിച്ച മുന്നേറ്റമാണ് UDF നടത്തുന്നത്. രമേശ് ചെന്നിത്തല വോട്ട് ചെയ്തതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും തനിക്കെതിരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് BJP കൃത്രിമമായിട്ടുള്ള വീഡിയോകൾ സൃഷ്ടിക്കുകയും അതിലൂടെ മതപരമായിട്ടുള്ള വർഗീയ സംഘർഷം ലാക്കാക്കുകയും ചെയ്തതിനെതിരെ സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. ആലപ്പുഴ ജില്ലയിലെ അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നീ മണ്ഡലങ്ങളിലെല്ലാം അതിശക്തമായിട്ടുള്ള മത്സരം നടക്കുകയാണ്. വോട്ടെടുപ്പ് ശതമാനവും അവിടെ ഉയരത്തിലാണ്. ഹരിപ്പാട് രമേശ് ചെന്നിത്തല മത്സരിക്കുന്ന മണ്ഡലം, അവിടെ TT ജിസ്മോനാണ് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. BJPയുടെ സന്ദീപ് വാചസ്പതിയാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക. നമ്മൾക്ക് ഇനി ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതുല്യ രാമേന്ദ്രൻ വിവരങ്ങൾ നൽകുന്നു. ിൽ 17.41% വോട്ടെടുപ്പ് ശതമാനം. അസമിൽ 17.81%. അതുല്യ വിവരങ്ങൾ നൽകുന്നു. അതുല്യ, കേരളത്തിലേതുപോലെ തന്നെ പുതുച്ചേരിയിലും അസമിലും ഉയർന്ന വോട്ടെടുപ്പ് ശതമാനം കണക്കുകളാണ് വരുന്നത്. അതുല്യ. തീർച്ചയായും ബനേഷ്, പുതുച്ചേരിയിലും അസമിലും ഇരു സ്ഥലങ്ങളിലും പ്രതീക്ഷിച്ചതിലും ഭേദപ്പെട്ട ഒരു പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ ഈ ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അസമിൽ 17.87%, അതുപോലെ തന്നെ പുതുച്ചേരിയിൽ 17.41% വോട്ട് ഇതുവരെയായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ മത്സരം എന്ന് പറയുന്നത്